ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ദേവാലയത്തിന്റെ വികാരി ഉൾപ്പെടെയുള്ള മറ്റ് വൈദിക സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വളരെ സന്തോഷവും അതോടൊപ്പം ഒരല്പം ഭയവും എനിക്കുണ്ട്. ഭയം മറ്റൊന്നും കൊണ്ടല്ല, എന്നെ വളരെ ഡീസന്റായി, വളരെ ജെന്റിലായി ഇവിടുത്തെ വികാരിയച്ഛൻ ക്ഷണിച്ചു. എന്റെ സീനിയറാണ് അനൂപച്ചൻ. അനൂപച്ചൻ എന്നോട് ആദ്യം പറഞ്ഞു, ശേഷം വികാരിയച്ഛനും പറഞ്ഞു. അച്ഛൻ പറഞ്ഞപ്പോഴൊക്കെയും ഒരു സൂചന എന്നോട് തന്നു, അനേകമായിരങ്ങൾ ആളുകൾ വരുന്ന പ്രസംഗം. അത് സൂചനയുടെ അർത്ഥം അച്ഛൻ ഭംഗിയായിട്ട് പ്രസംഗിക്കണമെന്നുള്ളതാണ്. അമ്മേരെ തൊട്ട് എനിക്കൊരു വലിയ ഭയമാണ്. കാരണം ഞാൻ അങ്ങനെ മലങ്കര സഭയിൽ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു പ്രസംഗകനൊന്നും ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഭാഷയുടെ സൗന്ദര്യമോ കാഴ്ചയുടെ സൗന്ദര്യമോ പോലും ഇല്ലാത്ത ഒരു പാവം പിടിച്ച ഒരു അച്ഛനാണ് ഞാൻ. പക്ഷെ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങളുടെ ശ്രദ്ധ പരിപൂർണമായിട്ട് എനിക്കുണ്ടാകണം. നിങ്ങൾ എങ്ങനെ ഇതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള ഒരു ഇതിന്റെ പോക്ക്. ഞാൻ ഈ പ്രസംഗം തന്നെ കഴിഞ്ഞ ആഴ്ച 2 പള്ളികളിൽ നടത്തി. ആദ്യത്തെ പള്ളിയിൽ കുറെ ചെറുപ്പക്കാർ, 10-22 വയസ്സുള്ള ചെറുപ്പക്കാർ മുൻപിൽ വന്ന് ഇതുപോലെ ഇരുന്നു. എനിക്ക് എന്റെ ആത്മാവിൽ അങ്ങ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഞാൻ ഭംഗിയായിട്ട് പ്രസംഗിച്ചു. ആ കുഞ്ഞുങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇത് ഹൃദയത്തിൽ ഏറ്റെടുത്തെന്ന് എനിക്ക് വിശ്വാസമാണ്. പിറ്റേ ദിവസം ഇതുപോലെ മുതിർന്ന ആളുകൾ, ജീവിതമൊക്കെ ഒരുപാട് കണ്ട മനുഷ്യർ എന്റെ മുമ്പിൽ വന്നിരുന്നു. അവരോട് ഞാൻ ഇതേ ആത്മാവിൽ പ്രസംഗിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് ആർക്കും എന്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എനിക്കൊരു ദുഃഖം തോന്നി. ഞാൻ വികാരിയച്ഛനോട് ചോദിച്ചു, അച്ഛാ പ്രസംഗം മോശമായി പോയല്ലേ? അച്ഛൻ പറഞ്ഞു, അതുകൊണ്ടല്ല, അച്ഛൻ പറഞ്ഞ ആശയങ്ങളോട് അവർക്ക് യോജിക്കാൻ. ഈ പ്രാർത്ഥനായോഗത്തിന്റെ പേര് അഭയം അല്ലേ? നിങ്ങൾ ഇവിടെ അഭയപ്പെട്ടതിന് പിന്നിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ കാണും. പ്രത്യേകിച്ച് ഇതിൽ ഭൂരിപക്ഷം ഇരിക്കുന്ന ആളുകളോടാണ്. നിങ്ങൾക്ക് ഇന്ന് ഇവിടെ വന്നതിന്റെ പേരിലും മാതാവിന്റെ മധ്യസ്ഥയിലുള്ള ഈ ദേവാലയത്തിൽ നിങ്ങൾ ഒരു പ്രാർത്ഥന സമർപ്പിക്കുന്നതിന് പിന്നിലും, നിങ്ങൾ അഭയപ്പെട്ടതിന്റെ പിന്നിലും നിങ്ങൾക്ക് ഒരുപാട് ആശയങ്ങളും ആവശ്യങ്ങളും കാണും. അതിനെയെല്ലാം പൊളിച്ചെടുക്കാൻ വന്ന ഒരു ദുഷ്ടനായ വൈദികനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് കേട്ട ഒരു വേദവാക്യമാണ് ഇന്നത്തെ കുറിവാക്യം. അമ്മ പറഞ്ഞൊരു വാക്യം. അമ്മ പറഞ്ഞ വാക്യം നമ്മൾ എത്രയോ തവണ കേട്ടു, ഇനിയും കേൾക്കാൻ പോകുക. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ആരംഭമായ ആദ്യ ദിവസം കാനാവിലെ കല്യാണ വിരുന്നിൽ അമ്മ പറഞ്ഞ വാക്യം, ശുശ്രൂഷകരോട് അമ്മ പറഞ്ഞു, അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യണം. Whatsoever he says unto you, do it. ഒരു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഒരിടത്ത് ഒരു മെത്രാച്ചന് ഹൃദയത്തിന്റെ പ്രശ്നം വന്നു. സാധാരണ നമ്മുടെ മെത്രാച്ചന്മാർക്ക് അങ്ങനെ വരാത്തത്. ഇത് ലൈവ് പോകുന്നല്ലേ? സാരമില്ല, എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും. അപ്പം ഡോക്ടർമാരൊക്കെ കൂടിയിരുന്നിട്ട് തീരുമാനിച്ചു, മെത്രാച്ചൻ രക്ഷപ്പെടണമെങ്കിൽ ഹൃദയം മാറ്റിവെക്കണം. അപ്പൊ ഇതറിഞ്ഞ് ഭദ്രാസനത്തിലെ ആളുകളെല്ലാം ഓടി പള്ളി ഹോസ്പിറ്റലിന്റെ താഴെ വന്ന് നിന്ന് ബഹളം വെക്കാൻ തുടങ്ങി. അയ്യോ, ഞങ്ങളുടെ തിരുമേനി, പൊന്നു തിരുമേനി. അപ്പൊ മേളിൽ കുറച്ച് തിരുമേനിമാർ കൂടിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു, ഹൃദയം മാറ്റിവെക്കാൻ ഒരു ഹൃദയം കിട്ടിയാൽ നമുക്ക് തിരുമേനിയെ രക്ഷപ്പെടുത്താം. അപ്പൊ മേളിൽ വന്ന് സഹോദര മെത്രാപ്പോലിത്ത താഴെ നിന്ന് ജനത്തോട് പറഞ്ഞു, നമ്മുടെ മെത്രാച്ചൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാ, രക്ഷപ്പെടണമെങ്കിൽ ഒരു ഹൃദയം മാറ്റിവെക്കണം. താഴെ നിന്ന് ജനമാർത്ത് പറഞ്ഞു, അയ്യോ, ഞങ്ങളുടെ തിരുമേനിക്ക് ഞങ്ങൾ ഹൃദയം കൊടുക്കാം. എല്ലാവരും ഇങ്ങനെ നിലവിളിച്ചപ്പോഴത്തേക്കിനും തിരുമേനി പറഞ്ഞു, എല്ലാവരും കൂടെ പറഞ്ഞാൽ പറ്റത്തില്ല, ഒറ്റ ഹൃദയം മതിയെന്നു. അപ്പോഴും ഭദ്രാസനം, നിരണഭദ്രാസനം മുഴുവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ, എന്റെ ഹൃദയം ഞാൻ എന്റെ തിരുമേനിക്ക്. മേളിൽ നിന്ന് തിരുമേനിക്ക് ഒരു ബുദ്ധി തോന്നി, എല്ലാവരും കൂടെ പറഞ്ഞ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ മേളിൽ നിന്നൊരു പ്രാവിന്റെ തൂവലെടുത്ത് താഴോട്ട് എറിയാം. ആ തൂവല് ആരുടെ ശരീരത്തിൽ സ്പർശിക്കുന്നുവോ അവരുടെ ഹൃദയം നമുക്കെടുക്കാം. കഥ അവസാനിക്കുന്ന എങ്ങനെയാണ്? മെത്രാച്ചൻ മേളിൽ നിന്ന് തൂവലിട്ടു. ആ തൂവൽ ആരുടെയും ശരീരത്ത്, സ്വന്തം ശരീരത്തോട് എടുക്കുമ്പോൾ ഇവരെല്ലാം ഊതി മേപ്പോട്ട് വിട്ടു. തിരുവചനം കേൾക്കുന്ന പള്ളിക്കുള്ളിലിരിക്കും. അതുകൊണ്ടായിരിക്കാം പലരും പള്ളിക്ക് പുറത്ത് സീറ്റ് പിടിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ, ഞാനൊരു തല്ലുകൊള്ളി അച്ഛനാണ്. പള്ളിക്കുള്ളിലിരിക്കുമ്പോൾ നമ്മുടെ തലയാട്ടും, കണ്ണുനീരൊഴുക്കും. അയ്യോ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ദൈവത്തെ, എന്റെ ജീവിതത്തോട്. പക്ഷെ ദൈവത്തെ ജീവിതത്തോട് ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നഷ്ടങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്ന. അവിടെയാണ് ജീവിതത്തിൽ ക്രിസ്തുവിന്റെ പിന്നാലെ പോയ നമ്മളോട് അമ്മ ഈ വാക്യം പറയുമ്പം ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളിൽ പള്ളിക്കുള്ളിലിരിക്കുമ്പോൾ കേൾക്കുമ്പം രസമായിരിക്കാം, ജീവിതത്തിൽ വലിയ ഹൃദയഭേദനയോടും ഹൃദയഭാരത്തോടും ഏറ്റെടുക്കാം. പക്ഷെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ
മാറ്റിവെച്ചിട്ട് നമ്മൾ പറയും ഞങ്ങൾ ബലഹീന മനുഷ്യരാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തെ വിളിച്ചിട്ടും ഞങ്ങളോട് കരുണ തോന്നാത്ത, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മാറ്റമുണ്ടാക്കി ഈ ദൈവത്തെ അനുകൂലിച്ചിട്ട് ദൈവത്തിന്റെ പുറകെ പോന്നിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം? അവിടെയാണ് മഹാഭാരതത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു രംഗമുണ്ട്. പഞ്ചപാണ്ഡവന്മാരിൽ മൂത്തവന്റെ പേര് ധർമ്മപുത്രൻ എന്നാണ് അവരെ വിളിക്കുന്നത്. ധർമ്മം ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ച മനുഷ്യന്റെ പേര് ധർമ്മപുത്രൻ. 5 പേർ കൂടെ ഒറ്റ ഭാര്യയാണ്. അവൾ വളരെ സുന്ദരിയായ, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാ, വളരെ കൃഷ്ണഭക്തിയായ ഒരു സ്ത്രീ. പക്ഷെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നേട്ട 5 ഭർത്താക്കന്മാരുടെ കൂടെ ഇവളെ ജീവിച്ചിട്ട് അവസാനം ഇവളെ മൂത്ത ഭർത്താവായ ധർമ്മപുത്രനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇടോ മനുഷ്യ, ഞാൻ ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കുക, ഇടോ മനുഷ്യ, താൻ ജീവിതത്തിൽ ആദിയോടന്തം സൂക്ഷിച്ച ഈ ധർമ്മം കൊണ്ട്, പാലിച്ച ഈ ധർമ്മം കൊണ്ട്, എത്തിക്സ് കൊണ്ട് തനിക്കെന്ത് പ്രയോജനം ഉണ്ടായി? താൻ ജീവിതത്തിലേറ്റ നയങ്ങൾ കൊണ്ട്, താൻ ജീവിതത്തിലേറ്റെടുത്ത വിശ്വാസം കൊണ്ട് നഷ്ടങ്ങളല്ലാതെ തനിക്ക് എന്ത് ലാഭമുണ്ടായി? രാജ്യം പോയി, പ്രജ പോയി, സഹോദരങ്ങൾ പോയി, ഇതാ എന്നെയും കൂടെ പണയം വെച്ചിരിക്കുന്നു. എന്നിട്ടും കൈവിടാത്ത ഈ ധർമ്മം കൊണ്ട് തനിക്ക് എന്ത് ഉപകാരം? ഞാനത് കല്ലൂപ്പാറയിലിരിക്കുന്ന ഈ പള്ളിക്കുള്ളിരിക്കുന്ന നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ഈ വിശ്വാസമെല്ലാം പറഞ്ഞിട്ടും ജീവിതത്തിൽ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഒരുപാടുണ്ട്. ഇവിടെ ഇരിക്കുമ്പോഴും ഒരു മുള്ള ജീവിതത്തിൽ ഇല്ലാത്ത പലരും കാണത്തില്ല. അവിടെ ദൈവത്തോട് പലപ്പോഴും നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഞാൻ പിന്നാലെ പോകുന്നതല്ലേ, ഞാൻ നേർച്ച സമർപ്പിച്ചതല്ലേ, ആത്മാർത്ഥമായി കണ്ണുനീരോട് കൂടെ വിളിച്ചതല്ലേ, പിന്നെ എന്തേ എന്നെ കൈവിടുന്നത്? ഇനിയും നീ പറയുന്നത് ഞാൻ അനുസരിക്കണമെന്ന് പറയുന്നതിനകത്ത് ലോജിക്ക് എന്താ? അവിടെ ധർമ്മപുത്രർ പറയുന്ന മറുപടിയാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. പ്രിയപത്നി, ഞാൻ ധർമ്മം പാലിച്ചത് ധർമ്മത്തിന്റെ ഫലം എനിക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ല, അത് എനിക്ക് ഭുജിക്കുവാൻ വേണ്ടിയിട്ടല്ല. എന്റെ വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുന്നത് ഈ ലോകത്തിലെ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടല്ല. എന്റെ കർത്താവിനോടുള്ള അഗമ്യമായ സ്നേഹം കൊണ്ടാണ് ഞാൻ അവന്റെ പിന്നാലെ. അച്ഛൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാൻ എന്താണ് അർഹത എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് അങ്ങേരെ വലിയ ഇഷ്ടമാണ്. ഞാനതുകൊണ്ട് എന്റെ കർത്താവിനെ എന്റെ പേഴ്സണൽ പ്രേയറിൽ അപ്പ എന്നാ വിളിക്കുന്നത്. എന്റെ അപ്പ എന്ന് വിളിക്കുമ്പോൾ ജീവിതത്തിൽ ആദിയോടന്തം 33 വർഷം ഈ ലോകത്ത് ജീവിച്ചിട്ട് ഈ കുപ്പായി ഇട്ടിട്ടും ഒരുപാട് മുള്ളുകൾ അനുഭവിക്കുമ്പം ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ ഉത്തരം എന്റെ ദൈവത്തെ സ്നേഹിക്കുക എന്നതിനപ്പുറമായി അവനെ പിൻപറ്റുന്നതിൽ യാതൊരു ലാഭവും ഞാൻ പ്രതീക്ഷിക്കരുത്. അവിടെയാണ് മെച്ചപ്പെട്ട ഒരു ജീവിതം ആഗ്രഹിച്ച് നമ്മൾ ദേവാലയത്തിൽ വരുമ്പം അടുത്ത ഞായറാഴ്ച തൊട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്ന അത്ഭുതങ്ങളുടെ വലിയൊരു യാത്രയാ. എന്നാൽ അത്ഭുതങ്ങൾക്കപ്പുറം മറഞ്ഞിരിക്കുന്ന ഒരു വലിയ ദൈവിക മർമ്മമുണ്ട്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആദ്യത്തെ വാക്യം അച്ഛൻ പറഞ്ഞു, വലിയ നോമ്പിന്റെ ഒരുക്കമായിട്ട് ഇതിനെ എടുക്കാം. അമ്മ പറഞ്ഞു, അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്യുവീൻ. നമ്മൾ തിരിച്ചു ചോദിക്കും, ഞങ്ങൾ എന്തോത്തിനാ ഇത് ചെയ്യുന്നത്? ഞങ്ങൾ ഇത് ചെയ്തിട്ട് എന്ത് കാര്യം? ആ വേദവാക്യത്തെ, അത് പുരുഷന്മാർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വേദവാക്യമാ. കാനാവിലെ കല്യാണം എന്തുകൊണ്ടാ? വെള്ളത്തെ മേൽത്തരമായ വീഞ്ഞാക്കി. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, പള്ളി പ്രമാണി ഇത് രുചിച്ചിട്ട്, ഇത് പന്തിയുടെ വിരുന്ന് പ്രമാണി ഇത് രുചിച്ചിട്ട് വീട്ടുകാരനോട് വന്നിട്ട് പറയുന്നുണ്ട്, സാധാരണഗതിയിൽ ആദ്യം നല്ലത് കൊടുക്കും, എല്ലാവന്റെ തലയ്ക്ക് കിക്ക് പിടിച്ചു കഴിയുമ്പം അത്ര ക്വാളിറ്റി ഇല്ലാത്ത വീഞ്ഞ്, പക്ഷെ നീ നേരെ തിരിച്ച ഏറ്റവും ഉത്തമമായത് അവസാനത്തേക്ക് മാറ്റി. നമ്മുടെ ബന്ധങ്ങൾ ഇതുപോലെ ആയിരിക്കണം. ആദ്യം കുറച്ചു നാളത്തെ സൗഹൃദവും സുഖവും ഒക്കെ കഴിഞ്ഞു കഴിയുമ്പം പിന്നെ ഒരു വിരക്തിയല്ല മനുഷ്യർക്കും, അല്ലേ? അതുകൊണ്ടാണ് ഒരു അച്ഛൻ 3 വർഷത്തിൽ കൂടുതൽ ഇരിക്കുന്നത് നല്ലതല്ലെന്ന് പറയുന്ന. ആദ്യത്തെ ആ സന്തോഷം 3 വർഷം കഴിയുമ്പം മാറും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ഒടുവിൽ വരെയും മേൽത്തരമായ വീഞ്ഞായി, ഗരിമയുള്ള വീഞ്ഞായി നമ്മൾ അവശേഷിക്കണം. അതിന്റെ വ്യാഖ്യാനം പറയുന്നത് ഇങ്ങനെയാണ്, സൃഷ്ടാവിനെ കണ്ടപ്പം അതിന്റെ മുഖം വിവർണമായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗ്യം, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എന്നാൽ അമ്മ പറഞ്ഞ വാക്യത്തോട് നമ്മുടെ ഉത്തരം, ഞാൻ എന്തിനവനെ അനുസരിക്കണം? അവൻ പറയുന്നത് ഞാൻ എന്തിനു ചെയ്യണം? അതിന്റെ 3 ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. 1, ഞാൻ എന്തിനവനെ അനുസരിക്കണം? കാരണം ജീവന്റെയും ജീവിതത്തിന്റെയും പരമാധികാരി എന്റെ ദൈവമാണ്. ജീവന്റെയും ജീവിതത്തിന്റെയും പരമാധികാരി
എന്റെ ദൈവമാ. വേദപുസ്തകത്തിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന ഒരു വേദഭാഗമുണ്ട്, ധനികനായ മൂഢനെ കുറിച്ച് പറയുന്ന വേദഭാഗം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ എല്ലാ വർഷത്തെ പോലെ വിളവുണ്ടായി, എന്നാൽ ഈ വർഷം എല്ലാ വർഷത്തേക്കാൾ ലഭിക്കുന്നതിൽ അധികമായ വിളവ് അവന് ലഭിച്ചു. ഇത് കണ്ട് സന്തോഷിച്ചിട്ട് അവൻ പറയുന്നുണ്ട്, ഇത് കൂട്ടിവെക്കാൻ എന്റെ ഇപ്പോഴത്തെ കളപ്പുര പോരാ, മതിയാകാതിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും? ശരിക്കും അവൻ ഉത്തമനായ ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ സർപ്ലസ് ആയിട്ടുള്ളതെങ്കിലും തന്റെ സഹോദരങ്ങൾക്കോ സ്നേഹിതർക്കോ വീതിച്ചു കൊടുക്കണം. പക്ഷെ അവനതല്ല ചെയ്തത്. ഇപ്പോഴുള്ള കളപ്പുര മാറ്റി പൊളിച്ച് പുതിയതൊരെണ്ണം പണിതു, അതിലേക്കെല്ലാം ശേഖരിച്ചു വെച്ചിട്ട് അവൻ പറഞ്ഞു, ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ ആനന്ദിക്കും. പക്ഷെ ആ വേദഭാഗം അവസാനിക്കുന്നിടത്ത് കഠിനമായ ഒരു ചോദ്യം അവനോട് ചോദിക്കുന്നു: മൂഢ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ കരുതി വെച്ചതൊക്കെയും ആർക്കാകും? മനുഷ്യനെ ഇന്ന് ദൈവത്തിന് പേടിപ്പിക്കാൻ ദൈവത്തിന്റെ കയ്യിൽ ഒറ്റ ആയുധമേ ഉള്ളെന്ന് ഞാൻ വിശ്വസിക്കുന്നു, മരണം. കാരണം അതിനോടുള്ള പേടി ആർക്കും ഇതുവരെയും വിട്ടുപോയിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച സകല വാങ്ങിപ്പോയവരുടെയും ഞായറാഴ്ച കല്ലറയിൽ പോയി പലതിന്റെ നിപ്പ് കണ്ടാ തോന്നും ഇപ്പൊ കർത്താവ് വന്നാ പോകാൻ ഞങ്ങൾ റെഡിയാ. പക്ഷെ കിടക്കുമ്പോ കട്ടിലിന്റെ കാലെ മുറുക്കെ പിടിച്ചോണ്ട് കിടക്കുന്ന ജാതിയാ. പക്ഷെ ജീവിതത്തിന്റെ പരമാധികാരം ദൈവമാണെന്ന് പറയുമ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങൾ അതിൽ ഏറ്റെടുക്കാൻ നമുക്ക് സാധ്യമാകത്തില്ല. ഈ മനുഷ്യനും പറഞ്ഞു, എനിക്ക് ബന്ധബലമുണ്ട്, എനിക്ക് ധനമുണ്ട്, എനിക്ക് ജീവിതത്തിൽ ഭാവിയെ കുറിച്ച് ആശങ്കയില്ല, അതുകൊണ്ട് ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ ആനന്ദിക്കും. കല്ലൂപ്പാറയിൽ തലേ തുണിയിലിട്ട് ഈ ധ്യാനത്തിന് വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി വന്നിട്ട് നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുക: തിരിച്ച് വീട്ടിൽ ചെന്ന് ചോറുണ്ടാമെന്ന് ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഞാൻ മിക്കവാറും പ്രസംഗത്തിലൊക്കെ പറഞ്ഞ ആവർത്തനം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. മർത്തോമായിലെ വലിയ മെത്രാപ്പോലീത്ത ക്രിസോസ്റ്റം തിരുമേനി ഒരു തവണ യുവജനങ്ങളോട് സംസാരിക്കാൻ പോയി. അവിടെ ചെന്ന് തിരുമേനി യൂത്തിനോട് ദൈവത്തിന്റെ അധികാരത്തെ കുറിച്ച് സംസാരിച്ചു. സോവറൻ പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞിട്ട് ചെറുപ്പക്കാരോട് തിരുമേനി ചോദിച്ചു, മക്കളെ, ഇന്ന് രാത്രി ഉറങ്ങി വെളുപ്പിക്കാമെന്ന് ധൈര്യമുള്ള ഏതുവനെങ്കിലും കൊണ്ടോടാ? ഉണ്ടെങ്കിൽ കൈവക്ക്, 1,00,000 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആരെങ്കിലും കൈവെക്കുവോ? ഞാൻ ഏതായാലും കല്ലൂപ്പാറക്കാരോട് ചോദിക്കും, തരാൻ 1,00,000 രൂപ പോയിട്ട് തികച്ചെടുക്കാൻ പൈസയില്ല, അതുകൊണ്ട് ഞാനത് ചോദിക്കുന്നില്ല. പക്ഷെ തിരുമേനി ചോദിച്ചു. ഇപ്പൊ തിരുമേനിമാരെ ട്രോളാൻ നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കൈ പൊക്കിട്ട് പറഞ്ഞു, എനിക്ക് നല്ല ധൈര്യമാണ്, ഞാൻ നാളെ രാവിലെ എഴുന്നേക്കുമെന്ന്. തിരുമേനി പറഞ്ഞു, ശരി, നീ ജീവനോടുണ്ട്, രാവിലെ എന്റെ അരമനയിലോട്ട് പോരാൻ പറഞ്ഞു. പക്ഷെ ഇവൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞതിന്റെ പൊരുൾ ഇവന് പിടികിട്ടി. ഇവന് ഒരു രീതി കിടന്നുറങ്ങാൻ പറ്റുന്നു. ഇവൻ രാത്രി കുരിശെടുത്ത് നെഞ്ചത്ത് വെച്ചു, വേദപുസ്തകം എടുത്ത് തലവണ്ണയുടെ അടി വെച്ച് ഒരു പ്രാകാരത്തിൽ നേരം വിളിപ്പിച്ച് കിട്ടിയ ഫസ്റ്റ് ബസ്സിന് തിരുമേന്റെ അരമനയിലോട്ട് ചെന്നു. തിരുമേണ്ട കാലയിലോട്ട് കവന്ന് വേണ്ടിട്ട് പറഞ്ഞു, എന്റെ പൊന്നു തിരുമേനി, എന്നോട് ക്ഷമിക്കണം, ഇന്നലെ ഒരുപോലെ കണ്ണ് ഞാൻ അടച്ചിട്ടില്ല. എന്നാ പറ്റിയടാ? തിരുമേനി, ഇന്നലെ ഞാൻ അവിവേകം പറഞ്ഞു, ദൈവത്തിന്റെ പരമാധികാരത്തെ ഞാൻ ചോദ്യം ചോദിച്ചു, ആയുസ് ദൈവത്തിന്റെ കയ്യിലാ. തിരുമേനിയുടെ മറുപടി അതിലും രസമാണ്, എടാ പൊന്നടാവേ, ഞാനും ഇന്നലെ ഒരുപോലെ കണ്ണ്, നീ എങ്ങാനും ജീവനോടെ വന്നാ ഈ 1,00,000 രൂപ വെറുതെ എടുത്ത് അച്ഛാ എല്ലാരും എഴുന്നേറ്റിട്ടുണ്ട് അച്ഛാ. പക്ഷെ നമ്മളിതൊക്കെ പറയുമ്പോഴും അടുത്ത നിമിഷം യാഥാർത്ഥ്യമല്ലാതിരിക്കെ മരണമെന്ന ബോധം എപ്പോഴും ഭരിക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാനൊരു 8 മാസം പ്രസംഗത്തിന് പോയില്ല. കാരണം എനിക്ക് തന്നെ ഞാനൊരു വെറും പ്രസംഗ തൊഴിലാളിയാണെന്ന് തോന്നിപ്പോയി. പണ്ട് നമുക്കുണ്ടായിരുന്ന പിതാക്കന്മാർ അധികം പ്രസംഗിക്കത്തില്ലായിരുന്നു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം അഭിവന്ദ്യനായ സേവറസ് തിരുമേനിയുടെ ഒരു പ്രസംഗം കേട്ടോണ്ടാ വന്നത്. തിരുമേനി അതിനകത്ത് പറയുന്നുണ്ട്, കാലം ചെയ്ത് ഈവാനിസ് തിരുമേനിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം. ഒരു തവണ അവിവേകപൂർവ്വം തിരുമേനി ഒരു ചോദ്യം ചോദിച്ചു. ഈവാനിസ് തിരുമേനി എന്റെ ദേവാലയം സ്ഥാപിച്ച എല്ലാ വർഷവും പെരുന്നാളിന് തിരുമേനിക്ക് ഒറ്റ പ്രസംഗമേ ഉള്ളൂ. അപ്പൊ ഞാനും ഓർത്തിട്ടുണ്ട് ഈ തിരുമേനി വായിക്കാത്തത് കൊണ്ടായിരിക്കും. ഇന്നാണ് എനിക്ക് അതിന്റെ ഉത്തരം കിട്ടിയത്. സേവറസ് തിരുമേനി ഒരു തവണ എന്ന് ഈവാനിസ് തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി ഒരുപാട് വായിക്കുകയും നോട്ടൊക്കെ എഴുതും, പക്ഷെ പ്രസംഗമല്ല ഒന്ന് തന്നെയല്ലേ? പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, സൂക്ഷിക്കണം, സാത്താൻ വരുന്നുണ്ട്. തിരുമേനി പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അച്ഛാ 27 വർഷമായി ഞാൻ കോട്ടയം ഭദ്രാസനത്തെ സേവിക്കുന്നു. ഞാൻ 27 വർഷം ഇത് പറഞ്ഞിട്ടും ഇവരാരും ഇതുവരെയും ചെവിക്കൊള്ളുന്നു. അടിസ്ഥാനം ഇട്ടിട്ടല്ലേ മേപ്പോട്ട് ആദ്യം നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് പണ്ടത്തെ പിതാക്കൻ പാമ്പാടി തിരുമേനി, പരമല തിരുമേനി ഒക്കെ ആദ്യം പറയുന്നത്, മക്കളെ ഓർക്കണം, മരണം, ന്യായവിധി, സ്വർഗം, ഇതിനെക്കുറിച്ചൊരു ബോധ്യം എപ്പോഴും ഉണ്ടായാൽ ജീവിതം റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. കഴിഞ്ഞ ഞായറാഴ്ച എത്രയും മനോഹരമായ ഞായറാഴ്ചയാ.
പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പേടി മരണത്തെ, ദൈവത്തെ പോലുമല്ല, മരണത്തെ ഭയം. എന്നാൽ അവിടെ ഒരു പ്രത്യാശ നമുക്കുണ്ട്. മരണത്തിലൂടെയുള്ള ജീവനിലേക്കാ പലരും ലോകത്തിൽ ശ്രമിച്ചിട്ടുണ്ട് മരണത്തെ അതിജീവിക്കാൻ. മരണത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. ആണോ? സാധ്യമല്ല. അമരത്വം എന്ന് പറയുന്നത് പല സിനിമകൾക്കും വിഷയമായിട്ടുണ്ട്. പക്ഷെ പലരും ശ്രമിച്ചു. 2013 ഗൂഗിളിന്റെ CEO അദ്ദേഹം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, മരണത്തെ ഉല്ലംഘിക്കുന്ന, അതിജീവിക്കുന്ന ഒരു സാധ്യതയെ കുറിച്ച് പഠിക്കാൻ. കാലിഫോ ലൈഫ് കമ്പനി 2013 സ്റ്റാർട്ട് ചെയ്ത് CEO കുറച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. കമ്പനിക്ക് പുതിയ CEO വന്നു. അന്ന് ടൈം മാഗസിൻ ഒരു തലക്കെട്ടോടുകൂടി ആർട്ടിക്കിൾ എഴുതിയത് ഇതാണ്: ക്യാൻ ഗൂഗിൾ സോൾവ് ഡെത്ത്? ഗൂഗിളിന് മരണത്തെ പരിഹരിക്കാൻ സാധിക്കുമോ? വർഷങ്ങൾ എത്രയായി, നൂറ്റാണ്ടുകൾ എത്രയായി മനുഷ്യർ പല വിധത്തിൽ ശ്രമിക്കുന്നുണ്ട്, സാധിക്കത്തില്ല. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു ഉത്തരമുണ്ട്. മരണത്തിലൂടെ അമരത്വമല്ല നമ്മൾ ശ്രമിക്കുന്നത്, നിത്യജീവനിലേക്കുള്ള പ്രയാണമാണ്. ആ ബോധ്യത്തിലാണ് കല്ലറയ്ക്കൽ. ഞാനതുകൊണ്ട് എപ്പോഴും പറയും, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പോകാൻ ഏറ്റവും മടിയുള്ള സ്ഥലം എവിടാ? 12ാമത്തെ വയസ്സിൽ യേശുവിനെ കാണാതായപ്പം അമ്മയപ്പന്മാർ ആദ്യം ഓടിപ്പോയത് എങ്ങോട്ടാ? ഇപ്പൊ ചങ്കത്ത് കൈവച്ചിട്ട് പറയാം, നിങ്ങളുടെ പിള്ളേരെ കാണാതെ പോയാ നിങ്ങൾ ഒരിക്കലും വന്ന് അന്വേഷിക്കാത്ത സ്ഥലം എവിടാ? അവൻ തെറ്റിപ്പോയിട്ട് പോലും അങ്ങോട്ട് പോകുമെന്ന് പേടിക്കണ്ട. പക്ഷെ ജീവനോട്ടിരിക്കുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ വരേണ്ട സ്ഥലം പള്ളിയാ. എന്തുകൊണ്ടാ? കാരണം ലോകത്ത് എന്തെല്ലാം നേടിയെടുത്താലും അവസാനം നമ്മൾ കിടക്കുന്ന സ്ഥലം എവിടാ? പള്ളിയാ. അവിടെ പോയി ഒരു ധ്യാനം നയിക്കണം. എന്റെ ജീവിതത്തിന്റെ പരമാധികാരം ദൈവത്തിനായിരിക്കേ. ഞാൻ കഴിഞ്ഞ ദിവസം 29 വയസ്സുള്ള അവന്റെ കല്യാണ വസ്ത്രം അണിഞ്ഞ് 1 വർഷം മാത്രം വിവാഹം കഴിഞ്ഞിട്ടായ ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിന് പോയി നിന്നു. ഒരു മനുഷ്യനോട് ചോദിച്ചു, അച്ഛാ ദൈവം ഉണ്ടോ? ദൈവം ഉണ്ട്, ഈ കടുങ്കൈ ഇവരോട് ചെയ്യുവോ? ആ പെങ്കൊച്ച് ഞാൻ അവിടെ ചെന്നപ്പോ പ്രസംഗിച്ചപ്പോ എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുക. അച്ഛനായ ഞാനും ചിന്തിച്ചു, ദൈവം എന്നാലും ഇതെന്താ ചെയ്തത്? പക്ഷെ അവിടെ ഒരു ഉത്തരവിതാ: നിനക്ക് തന്ന ജീവിതം നീ ഇതുവരെ ഭംഗിയായിട്ട് ജീവിച്ചോ? ഇതെല്ലാവരോടും ചോദിക്കും. അച്ഛനായ എന്നോട് ചോദിക്കും, നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കും. അവിടെ നമുക്കൊരിക്കലും പറയാൻ അധികാരമില്ല, ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ ആനന്ദിക്കും. കാരണം എന്റെ ജീവന്റെ പരമാധികാരം എന്റെ ദൈവത്തിന്റെ കയ്യിലാണോ? അവിടെ എന്താ നമ്മള് ദൈവം പറയുന്നതിനെ അനുസരിക്കണമെന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ കാരണം അതാ. അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ല, ദൈവത്തിന്റെ കയ്യിലാ. അതുകൊണ്ടാണ് ഒരു ശനിയാഴ്ച പ്രത്യേകമായിട്ട് സഭ ക്രമീകരിച്ചിട്ടുണ്ട്, ലാസറിന്റെ ശനി. എന്തുകൊണ്ടാ? ഞാൻ സേവനം അനുഷ്ഠിച്ചതൊക്കെയും വടക്കൻ ഭദ്രാസനത്തിലാണ്. അപ്പൊ അങ്ങോട്ടൊക്കെ ഈ ലാസറിന്റെ ശനിയാഴ്ച വളരെ സന്തോഷമാണ്. അന്നൊരു നേർച്ചയുണ്ട്, കോഴിക്കട്ട നേർച്ച. അപ്പം ഈ കോഴിക്കട്ട ലാസറുമായിട്ട് എന്നെ ബന്ധം എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ചെന്ന് അവിടുത്തെ ഒരു കാർന്നോരോട് ചോദിച്ചു, അച്ചായ എന്തിനാ ഈ കോഴിക്കട്ടെ ലാസറിന്റെ ശനിയാഴ്ച ഉണ്ട്? അപ്പം അപ്പച്ചൻ പുതിയൊരു ദൈവശാസ്ത്രം എന്റെ മുമ്പിൽ വെളിപ്പെടുത്തി. അച്ഛൻ പറഞ്ഞു, അത് പിന്നെ അച്ഛാ, ഈ കോഴിക്കട്ട ഇങ്ങോട്ട് പൊട്ടിക്കുമ്പം അവലുമൊക്കെ വിളയിച്ചത് ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോ സന്തോഷമല്ലയോ? ലാസർ അന്ന് തൊട്ട് ഞാൻ കോഴിക്കട്ട തിന്നിട്ടില്ല. എന്നാൽ ലാസറിന്റെ അനുഭവത്തിൽ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: യേശു അവൻ മരിക്കുമെന്നറിഞ്ഞു, എന്നിട്ടും മനഃപൂർവ്വമായിട്ട് വൈകി, അല്ലേ? പക്ഷെ ലാസർ അഴുകി തുടങ്ങിയെടുത്ത് ദൈവം കല്ലറയുടെ വാതുക്കൽ വന്ന് നിന്നു. ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: യേശു കണ്ണുനീർ വാർത്തു. ഇവിടെ പറയുന്നു, യേശുവിന് ലാസറിനോടുള്ള ബന്ധം, ഹൃദയബന്ധം അത്ര ആഴത്തിലാണെന്ന് ചിലർ ചിന്തിച്ചു. ചിലയിടത്ത് പറയുന്നു അവന്റെ മനുഷ്യത്വം, അത് വേദവിപരീതമാണ്. അവന്റെ മനുഷ്യത്വം തെളിഞ്ഞു വന്നതാണ് ആ കണ്ണുനീരല്ല. യേശു എന്തിനാ കരഞ്ഞത്? യേശു കരഞ്ഞതിന്റെ പിന്നിലെ സാങ്കത്യം അർത്ഥം മറ്റൊന്നുമല്ല. ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പം, സാരാംശത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചപ്പം അവന് കൊടുത്ത അവന്റെ സ്റ്റാറ്റസ് ദ്രവത്വമില്ലാത്ത, അഴുകാത്ത, മരണത്തിനധീതമായ ജീവിതം, അഴുകാത്ത ദ്രവത്വമില്ലാത്ത ശരീരമാണ്. പക്ഷെ പാപം ചെയ്ത മനുഷ്യൻ അവന് കൊടുത്ത അനുഗ്രഹത്തെ കളഞ്ഞിട്ട് അഴുകുന്ന ശരീരം, ദ്രവത്വമുള്ള ശരീരം സ്വീകരിച്ചു. ഈ മനുഷ്യന്റെ ഡിസിന്റഗ്രേഷനെ പറ്റി, ദ്രവത്വത്തെ ഓർത്തിട്ടാണ് കല്ലറയുടെ വാതിക്കൽ സൃഷ്ടാവായ കർത്താവ് കരഞ്ഞത്. പക്ഷെ നമ്മുടെ പ്രത്യാശ എന്താ? ആ കണ്ണുനീർ നിരാശാജനകമല്ല. ആ കണ്ണുനീരിനപ്പുറത്തേക്ക് ക്രിസ്തു ഒരു വാതിൽ തുറന്നു. മരണത്തിലൂടെ, തന്റെ മരണത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, പുനരുദ്ധാനത്തിലൂടെ ദൈവം നമ്മളോട് ഒരു വലിയ സത്യം പറഞ്ഞു തന്നു: നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. എന്താ?
പുനരുദ്ധാനത്തിന്റെ നിത്യതയുടെ പ്രത്യാശ. അതുകൊണ്ട് മരണത്തെ ഭയന്നല്ല ജീവിക്കണം, മറിച്ച് മരണത്തിനപ്പുറം മരണത്തെ ഉല്ലംഘിക്കുന്ന നിത്യജീവന്റെ അനുഭവത്തിലേക്കുള്ള ഒരു പ്രത്യാശ ഈ പള്ളിയിൽ വരുമ്പോൾ നമുക്കുണ്ടാകണം. അതുകൊണ്ട് ജീവിതത്തിന്റെ പരമാധികാരം നമുക്ക് പോലുമല്ല, നമ്മുടെ ദൈവത്തിനാ. ആണോ? ജീവിതത്തിന്റെ പരമാധികാരം നമ്മുടെ ദൈവത്തിനാ. പക്ഷെ പലർക്കും ഇന്നത് പറയാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകം വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ അധികാരം നമ്മുടെ കയ്യിൽ പോലും അല്ല. ആണോ? ഇപ്പൊ നിങ്ങള് പണ്ടൊക്കെ സാധനങ്ങൾ മേടിക്കുന്ന എങ്ങനെയാ? പണ്ട് വീട്ടിലൊരു സാധനം തീർന്ന അമ്മ ഒരു ചെറിയ പേപ്പർ എടുത്തൊരു കുറിപ്പെഴുതും. പഞ്ചസാര 1, മല്ലി 1 പാക്കറ്റ്, 100 ഗ്രാം കടുക്. എന്നിട്ട് കൊച്ചു പയ്യന്റെ കയ്യിലോട്ട് ഇത് കൊടുക്കും. അടുത്തുള്ള കടയിൽ പോകാൻ പറയും. അവനൊരു ഉന്തുവണ്ടിയായിട്ട് ഈ കടയിലോട്ട് ഓടിച്ചെന്ന് കടയിൽ എന്തുണ്ട്? ഒരു പലക തട്ടുണ്ട്. അതിനകത്തോട്ട് കസ്റ്റമർക്ക് പ്രവേശനമില്ല. ആണോ? അല്ല, പറ എങ്ങനെയല്ലായിരുന്നു? അതിനകത്തോട്ട് കസ്റ്റമർക്ക് ഈ ചീട്ട് കൊടുക്കും. ചീട്ടിൽ പറഞ്ഞ് ആവശ്യമുള്ള സാധനം മാത്രം കടക്കാരനെടുത്ത് ഇപ്പൊ എല്ലാ കടയും തുറന്നു വരുത്തിയിട്ടേക്കുക. ഉന്താനൊരു വണ്ടിയും കൂടെ ഉണ്ട്. പിന്നെ ഈ പാർട്ടികളെ പിന്നെ പിടിച്ചാ കിട്ടുമോ? എന്റെ ചേട്ടൻ വലിയൊരു പിശുക്കനാ. കണ്ടാ അങ്ങനെ പറയത്തില്ല, എന്നെ പോലല്ല, എന്റെ ഡബിളുണ്ട്. അപ്പൊ എന്റെ ചേട്ടത്തി ആര് ഉന്തുവണ്ടി എടുത്ത് ഇറങ്ങിയ വലിയ പ്രശ്നമാണ്. അപ്പൊ ചേച്ചി എടുത്ത് ഉന്തുവണ്ടിയിലോട്ട് ഇടും. എന്റെ ചേട്ടൻ പുറകെ എടുത്താ പകുതി സാധനം എടുത്ത് തിരിച്ച് റാക്കി. പണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെയായിരുന്നു? അതിനുള്ളത് മാത്രമേ നമ്മൾ മേടിക്കും. ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല, ഇതെനിക്കില്ല അതുകൊണ്ട് ഇങ്ങനെ മേടിക്കാന്ന് ഓർത്ത് നമ്മളങ്ങ് ഉന്തുക. ഉന്തി 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 അവസാനം എവിടെ ചെന്ന് പറ്റും? എവിടെ ചെന്നു? നമ്മുടെ ചോയ്സിനെ പോലും നിയന്ത്രിക്കുന്നത് പരസ്യങ്ങളാണ്. ആണോ? നമ്മളൊരു ഗോതമ്പ് പൊടിയെന്ന് ഇപ്പൊ പള്ളിയിലെ ശുശ്രൂഷക്കാരൻ കുർബാനയപ്പം അടിച്ചു കാച്ചാനുള്ള പൊടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ആശീർവാദിന്റെ ഗോതമ്പ് പൊടിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ ഒരു പ്രസംഗത്തിന് പോയപ്പോൾ എൻ്റെ വണ്ടി ഒരു മുമ്പിൽ ഒരു ലോറി പോയി. പാട്ടും പാടി പുട്ടുണ്ടാക്കാം, പൊൻകതിർ പുട്ടും പൊടി. പുട്ടുണ്ടാക്കാൻ പാട്ട് പാടണോ? പക്ഷെ ഇപ്പോഴത്തെ പരസ്യത. അപ്പൊ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ചോദിക്കും, ചേട്ടാ പൊൻകതിർ ഇല്ലയോ? പല്ല് തേക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ കോൾഗേറ്റ് വരുമോ? കക്കൂസ് കഴുകുന്ന കാര്യം ആലോചിക്കുമ്പോഴേ സിനിമാ നടനും ഹാർപ്പിക്കും നമ്മുടെ മുമ്പിൽ. നമ്മുടെ ബുദ്ധി യുക്തി ഉപയോഗിക്കുന്ന. അതുകൊണ്ടാണ് പണ്ട് 2 LIC-ക്കാർ ഒറ്റ ദിവസം ഒരേ സമയം ഒരു വീട്ടിൽ വന്നു. അമ്മാമ്മ 2 പേരോടും പറഞ്ഞു ഇരിക്കുക. ഒന്നാമത്തെ LIC-ക്കാരൻ പറഞ്ഞു, അമ്മാമേ, എന്റെ കയ്യിൽ നല്ലൊരു പോളിസി ഉണ്ട്. അച്ചായം തട്ടിപ്പോയാ 30ാമത്തെ ദിവസം അമ്മാമ്മയുടെ കയ്യിലോട്ട് മുഴുവൻ പൈസയും. ഈ അമ്മാമ്മയ്ക്ക് സന്തോഷമായി. 40 അങ്ങനെയാണ്, ഗംഭീരമായിട്ട് നടത്താം. ഇത് കേട്ട 2ാമത്തെ LIC-ക്കാരന് ദേഷ്യം വന്നു. പറഞ്ഞു, അമ്മാമ്മ, ഇതിനേക്കാൾ നല്ലൊരു പോളിസി എന്റെ കയ്യിലുണ്ട്. ഉദാഹരണ സഹിതം ഞാൻ പറയാം. അമ്മാമ്മയുടെ അച്ചായൻ 50 നിലയുള്ള കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് വീഴുക എന്ന് വിചാരിച്ചോ? 25ാമത്തെ നിലയുടെ അവിടെ എത്തുമ്പോഴത്തേക്കിനും അമ്മാമ്മയുടെ കൈ പൈസ കൊണ്ടുവന്ന് ഞാൻ തന്നേക്കും. അമ്മാമ്മ ഏത് തെരഞ്ഞെടുത്തു? 2ാമത്തെ. അച്ചായന്മാർ സൂക്ഷിച്ചോ, ഇപ്പോഴേ LIC എടുക്കാനിരിക്കുക. പരസ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നിടത്ത് നമ്മുടെ ജീവിതത്തിന്റെ പരമാധികാരം നമുക്കാണോ എന്ന് സംശയിക്കുന്നിടത്ത് ഈ പള്ളിക്കുള്ളിൽ ധ്യാനത്തിലേക്ക് നമുക്ക് പറയാൻ സാധിക്കണം, അവൻ എന്നോട് കൽപ്പിച്ചത് ഞാൻ അനുസരിക്കണമെങ്കിൽ അതിനൊരു കാരണം. എന്റെ കയ്യിലല്ല എന്റെ അധികാരം, എന്റെ ജീവന്റെ അധികാരം, ജീവിതത്തിന്റെ അധികാരം. ഇത് പറഞ്ഞു പഠിപ്പിച്ച മഹാനായൊരു നേതാവ് ഇന്ത്യക്കുണ്ടായിരുന്നു. പണ്ടത്തെ നേതാക്കന്മാരൊക്കെ വളരെ ക്വാളിറ്റി ഉള്ളവരെ. ഇന്ന് വെറും നേതാവ് മാത്രമേ ഉള്ളൂ. ഞാനതുകൊണ്ട് പറയാറുണ്ട്, 2 വിഭാഗം ആളുകൾക്കാണ് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണ്ടാത്തത്, ക്വാളിഫിക്കേഷൻ വേണ്ടാത്തത്. ഒന്ന് കേരളത്തിൽ മന്ത്രിയാകാനും പിന്നെ സൺഡേ സ്കൂൾ ടീച്ചറാകാനും. യാതൊരു ക്വാളിഫിക്കേഷനും വേണ്ട, അല്ലേ? അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ ഭാരതത്തിന് അഭിമാനിക്കാൻ പണ്ട് ഉണ്ടായിരുന്ന നേതാക്കന്മാര് വളരെ ക്വാളിറ്റി ഉള്ളവരാ, ദർശനവും ആദർശവും ഉള്ളവരായിരുന്നു. അവിടെ അങ്ങനെ ഒരു നേതാവായിരുന്നു APJ അബ്ദുൽ കലാം, ഇന്ത്യയുടെ പ്രഥമ പൗരൻ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളായിരുന്നു PM നായർ, മലയാളി. അങ്ങനെ പ്രസിഡന്റ് പ്രസിഡന്റിന്റെ വസതിയിൽ ഒരു ചായ സൽക്കാരം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ക്രമീകരിക്കാൻ PM നായരെ ഏൽപ്പിച്ചു. 100-300 VIP-കൾക്ക് വേണ്ടിയിട്ടുള്ള ചായ സൽക്കാരം ഓപ്പൺ ഗാർഡനിൽ വെച്ചാണ് ക്രമീകരണം. എല്ലാ ക്രമീകരണവും പൂർത്തീകരിച്ചു. പക്ഷെ ഉച്ച കഴിഞ്ഞപ്പം വലിയ മഴക്കോള് ആകാശത്ത് രൂപം കൊണ്ടു. വലിയ കാർമേഘം രൂപാവൃതമായി. PM നായർക്ക് വലിയ ഭയമായി. ഇനി പെട്ടെന്ന് ഇത് മാറ്റി മറ്റൊരിടത്തേക്ക് സെറ്റ് ചെയ്യുക അസാധ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ആകപ്പാടെ വിഷമിച്ച് ഇദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പൗരൻ, ഈ ജനകോടികളുടെ പ്രഥമ പൗരന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, സാർ,
ആകപ്പാടെ പ്രതിസന്ധിയാ. എന്ത് പറ്റി? നമ്മൾ ഓപ്പൺ ഗാർഡനിലാണല്ലോ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ വലിയ മഴയ്ക്കൊരു സാധ്യത. ഇനി മറ്റൊരു സ്ഥലം ക്രമീകരിക്കുക. നിരാശയോടുകൂടി നിന്ന് PM നായർ എഴുതുന്ന എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പ്രസിഡന്റ് പറഞ്ഞു. അദ്ദേഹം ഒരു നിമിഷം മൗനമായി മേളിലോട്ട് നോക്കി. എന്നിട്ട് PM നായരോട് പറഞ്ഞു, മിസ്റ്റർ നായർ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മോളിലുള്ള ആളോട് പറഞ്ഞിട്ടുണ്ട്. PM നായർ പറയുന്നത് എങ്ങനെയാണ്? ഈവൻ ഫോർ ദ ഹയസ്റ്റ് there is a higher. ഉയരത്തിൽ വസിക്കുന്നവന്റെ ഉയരങ്ങളിൽ വസിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് എല്ലാ സന്ധ്യയ്ക്കും ഒരു പ്രാർത്ഥനയെല്ലാം പറഞ്ഞു, ഞാൻ എന്റെ കണ്ണ് എന്റെ പർവ്വതത്തിലേക്ക് ഉയർത്തും, എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം നിസാരക്കാരനല്ല. ആണോ? ഇതൊക്കെ ചൊല്ലിവിടാനുള്ളതല്ല. എന്റെ ബലഹീനതയിൽ എന്നോട് കൂടി ഇരുന്ന് എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് സങ്കീർത്തനക്കാരനോട് ചേർത്തിയുണ്ടെന്ന് എനിക്ക് പറയണം. എന്റെ ജീവന്റെ മേലും ജീവിതത്തിന്റെ മേലും അധികാരമുള്ള ഒരു ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കണം. യു ഡു ഇറ്റ്. അമ്മ പറഞ്ഞു, ജീവിതത്തിൽ ഒരു നേട്ടവും ഞാൻ എന്റെ കർത്താവിനെ കൊണ്ട് നേടിയിട്ടില്ല. ഉണ്ടോ? കന്യാമറിയാവിനെ കുറിച്ച് ചോദിച്ചു. എനിക്ക് പലയിടത്തും വലിയ ആശ, എല്ലാ പള്ളിയിലും തിരിശേഷിപ്പ. പാവം പിടിച്ചൊരു സ്ത്രീ, ലോകപ്രകാരം ഒന്നും നേടാത്ത സ്ത്രീ, ഇതിനു വേണ്ടി വസ്ത്രം ഇടുന്നായിരുന്നു അമ്മയ്ക്ക്. ഉണ്ടോ? ജീവിതത്തിൽ ഒന്നും നേടാത്ത സ്ത്രീ ശുശ്രൂഷകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്യ്. അതിന്റെ ഫലം തിന്നാൻ വേണ്ടിയിട്ടല്ല. അതിന്റെ ഉത്തരം, ഒന്നാമത്തെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്, ഞാനത് അതനുസരിച്ചേ മതിയാകൂ. പലരുടെയും വിചാരം ഈ വേദപുസ്തകം ഇങ്ങനെയും ജീവിക്കാമെന്ന് പറയുന്ന ഒരു ഓപ്ഷണൽ ടെക്സ്റ്റാ. അല്ല, ഇറ്റ്സ് മാൻഡേറ്ററി. ഇതിങ്ങനെ ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്ന പുസ്തകമാ. ആണോ? ഇങ്ങനെ മാത്രമേ ജീവിക്കാവൂ എന്ന് നിർബന്ധപൂർവ്വം പറയുന്ന പുസ്തകമായിരിക്കുന്നത് കൊണ്ടാണ് നാം പലപ്പോഴും വേദപുസ്തകം വായിക്കാത്തത്. വായിച്ചു കഴിഞ്ഞ പ്രശ്നമാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഈ വടക്കൻ ഭദ്രാസനത്തിൽ ഒരു ഗുണമുള്ളത്, അവരെല്ലാ വർഷവും വീട് കൂദാശി. തെക്കോട്ട് അത്രയ്ക്ക് എങ്ങോട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയത്തില്ല. നിങ്ങളെ ജയിക്കാത്തതിന്റെ ഒരു കാരണം അച്ഛന്മാർക്ക് എന്തെങ്കിലും ഒന്ന് നല്ലൊരു ഭക്ഷണം കൊടുക്കണം. രണ്ടെന്ത് അച്ഛന്മാർക്ക് വടക്കോട്ട് പിന്നെ അങ്ങനെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാ വർഷവും അവർ വെള്ളം മാത്രമല്ല കളഭം എന്ന് പറയും, അല്ലെങ്കിൽ കുന്തിരിക്ക് വരച്ച് വെക്കും. എന്നിട്ട് അതും കൂടെ കട്ടുളമേൽ റൂഷ്മ ചെയ്യും. അത് മായുന്നതിന്, പിറ്റേ വർഷം അത് മായുന്നതിന് മുമ്പ് അവരടുത്ത വർഷം അത് കൃത്യമായിട്ട് ചെയ്തിരിക്കും. അപ്പൊ എനിക്കും വലിയ സന്തോഷം തോന്നി. അത് കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത്, ചിലരുടെ ഒരു ധാരണ വീട് കൂദാശ നടത്തുക എന്ന് പറഞ്ഞാൽ മറതി ഓടിച്ചു വിടുക എന്നാ. അല്ലേ? അച്ഛന്മാര് കറുത്തപ്പായൊക്കെ ഇട്ട് അങ്ങോട്ട് വന്ന് അതിനകത്തുള്ള പിശ എവിടെ? ആനമർദ്ദ ഇതിനകത്ത് നിൽക്കുക. ഡ്രാക്കുള പുറത്തോട്ട് പോയിട്ടില്ല. പിന്നെ എന്തിനാ കൂദാശ? നിങ്ങൾ ഓർത്തോണം, അച്ഛൻ വന്ന് കൂദാശ ചെയ്താൽ അന്ന് തൊട്ട് നിങ്ങൾക്ക് നഷ്ടമാണ്. അച്ഛാ, ഇനിയും ചിലപ്പം വീടുകൂദാശയുടെ എണ്ണം കുറയുമായിരിക്കും, എന്നോടൊന്നും തോന്നില്ല. അവിടെ വായിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ ഓർക്കും, പിതാക്കന്മാർ എത്ര ബുദ്ധിമാന്മാരാ. ഏത് ഭാഗം? സക്കായുടെ അനുഭവമാണോ? യേശുവിനെ കാണണമെന്ന് ആദ്യമായിട്ട് ആഗ്രഹിച്ച് അവൻ അഭയം പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെയാണ് അന്നേരം കൊതുക് പോലെ കാണാൻ വലിയ മെനയില്ലാത്തൊരു അച്ഛൻ വന്നിട്ട് ഇതെല്ലാം കൂടെ പറഞ്ഞ് ആകപ്പാടെ സ്വസ്ഥത പോയി. സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് സഭയെന്ന് പറയുന്ന കാട്ടത്തിയിൽ കയറി. യേശു അവനെ കണ്ട് അവന്റെ വീട്ടിൽ പ്രവേശിച്ചു. കയറിയപ്പോ തൊട്ട് സക്കായിക്ക് നഷ്ടമാണോ? പക്ഷെ സക്കായി സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ ഞാൻ സമ്പാദിച്ചുള്ളത് പകുതി ഏതോ ഒരുവനെങ്കിലും ഞാൻ അപഹരിച്ചു, 1/4 വീതം തിരിച്ചു കൊടുത്തു. ബാങ്ക് ബാലൻസ് നടുവേ കുറഞ്ഞു പോയ മനുഷ്യന്റെ പേരാ സക്കായി. ആണോ? അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് അച്ഛൻ വരുമ്പോഴത്തേക്കും പറയുന്നു, പരിശോധനയ്ക്ക് ശേഷം ഇയ്യോബിനെ ഇരട്ടിയായി വർദ്ധിപ്പിച്ചതുപോലെ ഇന്നോട്ട് എന്ത് തുടങ്ങും? അപ്പം പരിശോധന ആരംഭിക്കും. പക്ഷെ ഒരു വിശ്വാസിക്ക് അവിടെ പറയാൻ സാധിക്കണം, ഞാൻ എന്റെ കർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിക്കും. കാരണം എന്റെ ഈ പ്രതിസന്ധികളെ മറികടത്തുന്ന, എന്റെ ജീവന്റെ മേലും ജീവിതത്തിന്റെ മേലും അധികാരമുള്ള ഒരുവനേ ഉള്ളൂ, എന്റെ ദൈവം. അവൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ചെയ്യുമോ? അവൻ എന്തെന്നോട് കൽപ്പിച്ചാലും ഞാൻ അനുസരിക്കും. ഞാൻ ഈ ആദ്യത്തെ വിഷയത്തിൽ നിന്ന് മാറുകയാണ്. Whatsoever he says unto you, do it. അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ ചെയ്യുവീൻ. 2, ഞാൻ എന്തിനു ചെയ്യണം? അതിന്റെ ഉത്തരം, നമ്മെക്കുറിച്ച്
അവന്റെ കയ്യിൽ ഒരു പദ്ധതിയുണ്ട്. ഹി ഹാസ് എ പ്ലാൻ. ഇത് എത്രയോ തവണ നമ്മൾ കേട്ടതല്ലേ? എന്നിട്ട് നമ്മൾ ഇരുന്നുകൊണ്ട് പാടും, നിന്റെ ആ നീട്ടൽ കേൾക്കുമ്പോൾ തന്നെ അരിശം വരും. കാരണം അത് പാടുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ കുറെ ഹിതങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലൊന്നൊരു നുണപ്പാട്ട് കഴിവുണ്ടെങ്കിൽ ആ പാട്ട് ഞാൻ ഇന്ന് ആലോചിച്ചുകൊണ്ട് വന്ന് ഈ പാട്ട് ആദ്യം പാടിച്ചു തുടങ്ങണം. പിന്നെ ഞാൻ ഓർത്ത് എന്തിനാ വെറുതെ പാപം ചെയ്യിക്കുന്നത്. ഹി ഹാസ് എ പ്ലാൻ. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടോ? ഉണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിന് വെളിയിൽ ഒരിടത്ത് പ്രസംഗിക്കാൻ പോയി. അവിടെ ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചു, ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ടെന്ന് എല്ലാവരും പറയും. എന്തായിരിക്കും എൻ്റെ പർപ്പസ്? അതെങ്ങനെ തിരിച്ചറിയും? നമുക്കും തോന്നിയിട്ടുണ്ട്. എല്ലാവരും പറയും ജീവിതത്തിനൊരു ഉദ്ദേശമുണ്ട്. സാധാരണ വീട്ടമ്മയായി അല്ലേ, മകളായി, കല്യാണം കഴിച്ചു, ഭർത്താവിന്റെ വീട്ടിൽ പോയി വീട്ടുജോലിയെല്ലാം ചെയ്തു, മക്കളുണ്ടായി, മക്കളെ വളർത്തി, ഈ പാണ്ട കൊച്ചുമക്കളെ, എഴുത്താ പൊങ്ങിയല്ലാത്ത കൊച്ചുമക്കളെ നോക്കി, മക്കളെല്ലാം അവസാനം ഇട്ടു UK പോയി. എന്തുവാ ജീവിതത്തിന്റെ അർത്ഥം? കിട്ടിയ പിടുത്തം? എത്രയോ കൺവെൻഷൻ ഇതുപോലെ വന്നിരുന്നു അല്ലേ? ഇപ്പോഴത്തെ വല്യപ്പന്മാരുടെ ഏറ്റവും വലിയ ഗതികേടാണ് ഈ കൊച്ചുമക്കളെ നോക്കാന്ന്. എല്ലാവരും ആദ്യമൊക്കെ വലിയ രസിച്ചൊക്കെട്ടിരിക്കും. ജീവിതം കോഞ്ഞാട്ടയാകുന്ന സംഭവം. പറ്റുവാണെങ്കിൽ UK ആ പെട്ടിക്കകത്ത് കെട്ടി ഇതുങ്ങളെ വിട്ടോണം. നിങ്ങൾ എന്നിട്ട് ജീവിക്കുക, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക. ദൈവത്തെ വിളിച്ച് പള്ളിയിൽ പോകാൻ പറ്റുന്ന സമയം ടാക്സി വിളിച്ച് പള്ളിയിൽ പോയി ദൈവത്തെ വിളിക്കുക. ചവടെ കൊണ്ടേ അവൻ പോയതുപോലെ ഞാനും നാളെ പോകാനുള്ളത് നല്ലപോലെ അവിടെ ചെന്നിട്ട് നീട്ടിക്കെട്ടി പാട്. ഏത് പുസ്തകം അങ്ങോട്ട് ഇരുന്ന് വായിക്കും. എല്ലാം തിന്നാൻ പറ്റുവാണെങ്കിൽ വയറ് നിറച്ച് തിന്ന്. ഇത് കുത്തിയിരുന്ന് കുരങ്ങിനെ പോലെ ഇരുന്ന് ഉറക്കവും ഇല്ല. എന്നിട്ട് പറയും ദൈവത്തിന് ജീവിതത്തെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. എന്തുവാ ഉദ്ദേശം? എന്നോട് ചോദിക്കുക, 33 വയസ്സായ അച്ഛന് എന്തുവാ ജീവിതത്തെക്കുറിച്ച് പറയാനുള്ള? ഞാൻ പറയും, ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ പള്ളിയിൽ എനിക്ക് പൊതുയോഗത്തിൽ ഒരു അപേക്ഷ വെച്ച് ഒരു കല്ലറ മേടിച്ചിട്ടുണ്ട്. അവിടെ കല്ലറ ഇല്ലാത്ത പള്ളിയാണ്. പക്ഷെ ഞാൻ പൊതുയോഗത്തിനൊരു അപേക്ഷ വെച്ച് ഞാൻ തന്നെ കൂതാശ ചെയ്ത് ഒരു കുരിശിന്റെ അടുത്ത് ഞാൻ സ്ഥലം ചോദിച്ചു. പള്ളിക്കാര് മനസ്സോടെ തന്നു. മനസ്സോടെ ചെറുപ്പമായതുകൊണ്ടാണ്. പക്ഷെ അത് മേടിച്ചിട്ടപ്പോ തൊട്ട് എനിക്ക് വലിയ ധൈര്യമാണ്. ഇനി ലോകത്തൊന്നുമില്ലെങ്കിലും എനിക്ക് കിടക്കാൻ ഒരു സ്ഥലം ഉണ്ട്. എന്നാലും ചോദിക്കുക, താൻ ഈ അച്ഛനായിട്ട് ഇനി ശുശ്രൂഷ ചെയ്യാനിരിക്കുമ്പോൾ തനിക്ക് എന്തോ പറ്റി, തലയ്ക്ക് വല്ല കുഴപ്പമുണ്ട്? ഞാൻ കിഡ്നി കൊടുക്കാനായിട്ട് തീരുമാനിച്ചപ്പം എന്നെ ഗൈനക്കോളജിസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ ഡോക്ടർമാരും കയറി എൻ്റെ ശരീരത്തിലൂടെ വഴകി. സൈക്കോളജിസ്റ്റിനെ കാണാൻ ചെന്നു, സൈക്കാട്രിസ്റ്റിനെ. അയാൾ എന്നോട് നേരിട്ട് ചോദിക്കുക, തൻ്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? കാരണം 29ാമത്തെ വയസ്സ് ഈ കടുങ്കൈ ചെയ്യാൻ പോകുന്നേ. അപ്പൊ എനിക്ക് എന്നോട് തന്നെ ഒരു ഉത്തരവുണ്ട്. എന്റെ ജീവിതത്തിനൊരു ഉദ്ദേശം ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, അച്ഛാ കൊടുക്കുന്നോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു പ്രശ്നം കിടപ്പുണ്ട്. ചിലരൊക്കെ ഈ സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കൊരു ഡിപ്രഷൻ ഉണ്ടാവും. അപ്പൊ എനിക്കും പേടിയായി, അയ്യോ എടുത്തിയാടിയല്ലോ. പക്ഷെ പിറ്റേ വിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ധൈര്യം, ഖണ്ഡിപ്പിന്റെ സമയത്ത് ദൈവം എന്നോട് ഇടപെട്ട ഒരു നിമിഷത്തിൽ ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കും, അച്ഛാ താൻ തിരിച്ചു പോരുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയും, അപ്പാ ഞാൻ വരാം. തിരിച്ചു പോകുന്ന വഴി തട്ടിപ്പോയെന്ന് പറഞ്ഞാലും എനിക്ക് പേടിയില്ല, അപ്പൊ ഞാൻ വരാം. കാരണം എന്താ? എന്റെ ജീവിതത്തിൽ ഒരു ഉദ്ദേശം. ഞാൻ ആ സർജറി കഴിഞ്ഞ ആ സ്ത്രീയെ കണ്ട നിമിഷത്തിൽ എനിക്ക് സാധ്യമായി. ഇനിയും ചിലപ്പോ കാണും. വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങൾ ആയിരിക്കുന്നിടങ്ങളിൽ ചെറിയ കാര്യങ്ങളിൽ പോലും. നിങ്ങളുടെ വീട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങളുടെ ജീവിത സഖിയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്തെന്ന് പറയാൻ സാധിക്കും, പോട്ടെ നമുക്ക് ഇനി ശ്രമിക്കാം. ഇതിന്റെ പേര് സുവിശേഷം എന്നാണോ? ഒന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അടുക്ക് പോയി ഒന്ന് അവന്റെ പുറത്ത് തട്ടുന്നതിന്റെ പേര് ജീവിതത്തിന്റെ ഉദ്ദേശം എന്നായിരിക്കാം. ആണോ? നഷ്ടപ്പെട്ടു പോയ മക്കള് തിരിച്ചു വരുമ്പം അവനെ വഴക്ക് പറയാതെ അടുത്ത് ചേർത്ത് നിർത്തി കഴിയുമ്പം ആ അമ്മ എന്ന നിലയിലായിരിക്കാം ജീവിതത്തിന്റെ പരമമായ ഉദ്ദേശം കിടക്കുന്നതാണോ? നിസ്സാരമായിരിക്കാം, പക്ഷേ ദൈവസന്നിധിയിൽ അത് വിലപ്പെട്ടു. അതുകൊണ്ടാണ് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. ഞാൻ ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നോ? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചോ? ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടോ? നമ്മൾ ചോദിക്കും, അയ്യോ ഇങ്ങനെയൊക്കെ നിന്നെ എപ്പോഴാണ് ഞങ്ങൾ കണ്ടത്? ഈ നിസ്സാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവന് ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാവുമോ? നിസ്സാര കാര്യങ്ങൾ മനസ്സിലാക്കുന്നവന്. പക്ഷെ പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിൽ പോലും ജീവിത ഉദ്ദേശം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന പദ്ധതി തിരിച്ചറിയാൻ പള്ളി എത്ര പോയിട്ടും കാര്യമില്ല. കോവിഡ് വന്നപ്പം എല്ലാവർക്കും വലിയ സന്തോഷമായി. പള്ളി ഇനി അച്ഛന്മാര് തന്നെ പറഞ്ഞു, അയ്യോ മക്കളെ വരണ്ട, കോവിഡ് പിടിക്കും. കേൾക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ അങ്കമാലി ഭദ്രാസനത്തില്
ഒരച്ഛൻ, എൻ്റെ ഒരു സുഹൃത്തച്ഛൻ ഒരു ദിവസം വൈകിട്ട് സങ്കടത്തോടു കൂടി എന്നെ വിളിച്ചു. അച്ഛന് വലിയ ദുഃഖം. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി അച്ഛാ? കോവിഡ് അല്ലേ, പള്ളിയിൽ വരുന്നില്ലല്ലോ. ഞാൻ ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും പള്ളി വിഹിതങ്ങൾ അടയ്ക്കണം, ശമ്പള വിഹിതം അടയ്ക്കാൻ വേണ്ടിയിട്ടാ. ഒരു ചെറുപ്പക്കാരൻ തിരിച്ചച്ഛൻ ഒരു വോയിസ് മെസ്സേജ് ഇട്ടു, അച്ഛാ ഇനിയിപ്പോൾ ഞങ്ങൾ യൂട്യൂബിലാണ് കുർബാന കാണുന്നത്, പിന്നെന്തിനാ ശമ്പള വിഹിതം അടയ്ക്കുന്നത്? അച്ഛന് വലിയ സങ്കടമായി. ഇപ്പം അച്ഛൻ എന്നെ വിളിച്ചു. ഞാനൊരു തല്ലുപുള്ളി അച്ഛനായതുകൊണ്ട് പെട്ടെന്നൊരു ഉത്തരം എനിക്ക് കിട്ടി. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ തിരിച്ചൊരു വോയിസ് എടാ അങ്ങനെയാണെങ്കിൽ നിന്റെ ആരെങ്കിലും ചത്താ പള്ളിയിൽ കുഴിച്ചിടണോ അതോ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്ന് ചോദിച്ചു. നമുക്ക് എന്തോ ഒരു സന്തോഷമായിരുന്നു, പള്ളിയിൽ ഇനി പോകണ്ട. ഇപ്പൊ അച്ഛന്മാര് പള്ളി വരാൻ പറയുമ്പോൾ തിരിച്ച് ചോദിക്കുന്നത്, ഞാൻ എന്തോത്തിനാ പള്ളിയിലോട്ട് വരുന്നേ? എന്റെ വീട്ടിലിരുന്ന് ഞാൻ കുർബാനയിൽ സംബന്ധിച്ചിട്ടുണ്ട്. ദൈവം എല്ലായിടത്തും ഇല്ലയോ? ഉണ്ടോ? കല്ലു പറയില്ലയോ? എന്നാ അങ്ങോട്ട് ഉറക്കെ പറഞ്ഞു, ഇതിന് ഊമയാണോ? പൊതുയോഗത്തിൽ മാത്രമേ വാതുറക്കത്തുള്ളൂ. ദൈവം എല്ലായിടത്തും ഉണ്ടോ? നമ്മളും എല്ലായിടത്തും ഒരുപോലെയാണോ? അല്ല, ദൈവം എല്ലായിടത്തും ഒരുപോലെയാ. പക്ഷെ നമ്മൾ എല്ലായിടത്തും നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതിനെ തിരിച്ചറിയേണ്ടതിന് ഒരുക്കപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ വരണം. ദൈവ പദ്ധതി ആരായണം. അതുകൊണ്ട് പള്ളി വന്നാൽ ആദ്യം ചെയ്യേണ്ട, അപ്പാ നീ എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ഭംഗിയായി പൂർത്തീകരിക്കാൻ ഒരു ബുദ്ധി എനിക്ക് തരണം. ഇത് പ്രാർത്ഥനാ വിഷയമാണ്. ആണോ? നീ എന്നെ കുറിച്ച് ഒരു അമ്മ എന്ന നിലയിൽ, ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ, സഹോദരൻ സഹോദരി, ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ ആയിരിക്കുന്നിടങ്ങളിൽ നീ എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ സാധിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്ന ഒരു തലം പേരന്റിങ്ങാണ്. എനിക്ക് വളരെ രസകരമായ ഒരു കഥ ഞാൻ കേട്ടു. പ്രോഡിഗൽ സൺ, മുടിയൻ പുത്രൻ. നമ്മൾ എത്രയോ തവണ കേട്ടതാ അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന പാഠം ആദ്യമേ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, മുടിയനായ പുത്രൻ ലോകപ്രകാരമുള്ള അവന്റെ സന്തോഷമൊക്കെ കണ്ടിട്ട് അതിനോടുള്ള അഭിരമം കൊണ്ട് അവൻ അപ്പനോട് ഷെയറൊക്കെ മേടിച്ചു. ഒരു നല്ല ഗുഡ് ബൈ പോലും പറയാതെ, അപ്പനോടൊരു യാത്ര പറയാതെ മേടിച്ചതൊക്കെ കൊണ്ട് അവൻ ഗൂഗിൾ പേയുമായിട്ട് പോയി. ചെന്നിടത്തൊക്കെ ഗൂഗിൾ പേ ചെയ്ത് തീർന്നത് ഇവൻ അറിഞ്ഞില്ല. അൽഫാം കഴിച്ചു, ബാർബിക്യൂ കഴിച്ചു, DJയ്ക്കും പോയി. അവസാനം എന്തോ ചെയ്യുന്നു, ഗൂഗിൾ പേയിലുള്ള പൈസയും അവസാനം ഇവിടെ എത്തി, പന്നിക്കൂട്ടിലെത്തി. പക്ഷെ ഇവനൊരു അനുഗ്രഹം ഉണ്ടായി. എന്താ? എവിടെയോ ഒരു ബോധം അവനുണ്ടായി. പന്നിക്കൂട്ടി കിടന്ന് അവൻ എഴുന്നേറ്റു. അവൻ ചിന്തിച്ചു, എന്റെ അപ്പന്റെ അടുക്കൽ ചെന്നാ അവിടെ എൻ്റെ അപ്പന്റെ ദാസന്മാർ ഭക്ഷിച്ച് മിച്ചം വരുന്നതുകൊണ്ടേ പോലും എനിക്ക് സമൃദ്ധമാണ്. ആണോ? അതുകൊണ്ട് അവിടം വരെ ഒന്ന് ചെന്ന് നോക്കാം. ഇതിന്റെ പേരാണ് അനുതാപം. ഇനി അച്ഛന്മാരുടെ ഗതികേട് കാലമാണ് കുമ്പസാരം. എന്നോടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചതാ, അച്ഛന്മാർക്ക് എന്നാ കുഴപ്പം? സുഖകരമായ ജീവിതം, എവിടെ ചെന്നാലും ആരും കഴിക്കാത്ത പ്ലേറ്റിൽ. ഒന്നാമത്തെ ദുർഗതി ഒരു അച്ഛനായതിൽ ഞാൻ ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു ദിവസം അതാ. ഈ ചില വീട്ടിലെ ചില അമ്മാമ്മമാർക്കൊരു കുഴപ്പമുണ്ട്. കിട്ടിയ പ്ലേറ്റും ഗ്ലാസും അലമാരി വെക്കുന്നതല്ലാതെ പുറത്തോട്ട് നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ പാത്രത്തില ഇതുവരെയും കഴിച്ചു. അല്ലേ? കല്ലുപ്പാറ ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് ചിരി കണ്ടപ്പോൾ മനസ്സിലായി. അപ്പൊ അച്ഛൻ വരുമ്പം ഈ ഗ്ലാസ് അങ്ങോട്ട് എടുക്കും, എന്നിട്ട് അതിനകത്തോട്ട് ടാങ്ക് മൊത്തത്തിൽ ഇട്ട് അങ്ങോട്ട് കലക്കും. ഇത് അച്ഛൻ്റെ അടുക്കലോട്ട് കൊണ്ടുവരും. ഈ കുടിക്കുന്ന അച്ഛൻ്റെ മനസ്സ് വർഷങ്ങളായിട്ട് കുടുംബയോഗം നടത്തിയിരുന്ന ഗ്ലാസ്സാണ്. ഈ ടാങ്ക് കുടിക്കുക എന്നുള്ളതാണ് അച്ഛന്മാരുടെ ആദ്യത്തെ ദുർഗതി. അതുകൊണ്ട് അച്ഛനാകുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ രസമൊന്നും. രണ്ടാമത് ഞാൻ ചിന്തിച്ച്, ഇവർക്ക് അങ്ങനെയാണോ എന്നറിയത്തില്ല, വല്യച്ഛൻ എന്നെ വഴക്ക് പറയരുത്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാരമാ കുമ്പസാരം. മറ്റൊരാളുടെ ജീവിതത്തിന്റെ ഭാരങ്ങളെ കേൾക്കുക, അതോടൊപ്പം ഇരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രതിസന്ധിയുള്ള ഒരു വിഷയം തന്നെയാണ്. അതിനേക്കാൾ ഭാരമാണ് യാതൊരു ആത്മാർത്ഥതയില്ലാതെ ഇനിയിപ്പോൾ വരാൻ തുടങ്ങും. എനിക്കേതായാലും ദൈവം ഒരു വലിയ അനുഗ്രഹം ചെയ്ത് ഇടവകയൊന്നുമില്ല. അതുകൊണ്ട് ആരുടെയും കള്ളക്കുമ്പസാരം കേൾക്കണ്ട. ആത്മാർത്ഥമായി അനുതാപം എന്ന് പറഞ്ഞാൽ ആദ്യം ഇതാ, എന്റെ അപ്പന്റെ അടുക്കലേക്ക് ഞാൻ പോകുമെന്ന വിചാരമാണ് കുമ്പസാരത്തിന്റെ ആദ്യത്തെ. അപ്പന്റെ അടുക്കൽ ചെന്ന് ഒറ്റ കാര്യം അവൻ നോക്കത്തുള്ളൂ, ഇവന്റെ മടങ്ങി വരവ് നിഷ്കളങ്കതയോടുകൂടിയാണോ? അല്ലെങ്കിൽ കർത്താവ് പറയും, നീ എഴുന്നേറ്റ് പോടാ, നിന്റെ പൊതുയോഗം എന്ന് പറയും. പറയുവോ? കർത്താവ് പറയും, ഉറപ്പായിട്ട് പറയും. ചെവിക്ക് ഉണ്ടേലേ കേൾക്കാൻ പറ്റത്തുള്ളൂ. നീ എഴുന്നേറ്റ് വേറെ വല്ല പാട്ടിന് പോകാൻ പറയും, നിനക്ക് പാപബോധനമില്ല, ഒരു കുന്തവും ഇല്ലെന്ന്. പക്ഷെ നമ്മുടെ വിചാരം അച്ഛനെ കബളിപ്പിച്ചിട്ട് അങ്ങ് പോകാമെന്നാ. പക്ഷെ ഈ മകൻ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പന്റെ അടുക്കലേക്ക് പോകും. ആ എഴുന്നേൽപ്പാണ് അനുതാപത്തിന്റെ ആദ്യത്തെ ഇടവഴി. അവിടെ ചെന്നു അപ്പൻ അവനെ സ്വീകരിച്ചു. അവനെ പറയുന്ന ഒരു മോതിരമണിയിച്ചു, സൈൻ ഓഫ് അഫെക്ഷൻ. മകൻ വരുമെന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു അപ്പൻ, അവന്റെ എല്ലാ ലംഘനങ്ങളെയും മറന്ന അപ്പൻ അവനെ സ്വീകരിച്ചു. സൺഡേ സ്കൂൾ സാർ ഇത് പഠിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരാൻ പോവാ.
അസൈൻമെന്റ് ഇതാണ്, മകൻ തിരിച്ച് വീടിന്റെ പടിക്കലെത്തി, ഇനി ക്ലൈമാക്സ് നിങ്ങൾ പോയി എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. പിള്ളേരെല്ലാം വീട്ടിൽ പോയി. സാറ് വലിയ പ്രതീക്ഷയോട് പിറ്റേ ഞായറാഴ്ച പിള്ളേരെ ക്ലൈമാക്സ് എഴുതിക്കൊണ്ടുവന്നു. മകൻ പോയി, നഷ്ടപ്പെട്ടു പോയി, പന്നിക്കൂട്ടി കിടന്നു. അവൻ എഴുന്നേറ്റു, തിരിച്ച് വീടിന്റെ വാതിക്ക് വന്നു. ബാക്കി ക്ലൈമാക്സ് വായിച്ച സൺഡേ സ്കൂൾ അധ്യാപകൻ ഹാർട്ട് അറ്റാക്ക് വന്ന് വീണുപോയി. അയാളെ ആശുപത്രി കൊണ്ടുപോയപ്പോ വികാരി അച്ഛൻ ചെന്ന് പേപ്പർ എടുത്ത് നോക്കി. പിന്നെ അച്ഛന്മാർക്ക് കടുകട്ടിയുള്ള ഹൃദയമായതുകൊണ്ട് അച്ഛൻ വീണില്ല. അപ്പൊ സാറിനെ കാണാൻ അച്ഛൻ ചെന്നപ്പോഴത്തേക്കിനും സാറ് പറഞ്ഞു, എന്നാലും എന്റെ പൊന്നച്ഛാ, ഈ പിള്ളേർ ഇങ്ങനെ എഴുതി കളഞ്ഞല്ലോ. ഒന്നാമത്തവൻ എഴുതി. ഈ മകൻ തിരിച്ച് വീടിന്റെ വാതിക്കലോട്ട് വന്നപ്പോ അപ്പനെ ഓടി കിട്ടിയ കവളം എടുത്ത് അവൻ തലക്കെട്ടൊറ്റയോട്ടം കൊടുക്കും. രണ്ടാമത്തവൻ എഴുതി, ഇവൻ പന്നിയുടെ കൂട്ടി കിടന്നപ്പോൾ കുറച്ച് അവനെ പിടിച്ച പട്ടിക്കൂട്ടിലോട്ട് ഇടാൻ പറഞ്ഞു. മൂന്നാമത്തവൻ എഴുതി, അവൻ ചെന്ന പാടെ അവന്റെ അടിനാവിക്ക് നോക്കി ഒരു തൊഴി. സാറിന് ഇത് കേട്ടിട്ട് ദുഃഖമായതുകൊണ്ടാണ് സാറ് വീണത്. അച്ഛൻ പറഞ്ഞു, സാറ് പേടിക്കണ്ട, ഈ 10 ഉത്തരവും ഈ 10 മക്കളും എഴുതിയത് അവരുടെ ജീവിതത്തിലെ അവരുടെ അപ്പന്മാരെ മുൻനിർത്തിക്കൊണ്ടാ. ചിരിക്കണ്ട, നിങ്ങളുടെ പിള്ളേരെ കൊണ്ട് എഴുതിച്ചാൽ അറിയാം എന്തുവാ നിങ്ങളുടെ സ്വഭാവം. ഞാനിത് പറഞ്ഞത് എന്താ ജീവിതത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ജീവിതത്തെ കുറിച്ചുള്ള പദ്ധതി എന്താ? ഒറ്റ കാര്യമേ ഉള്ളൂ. ചിലപ്പം നമ്മൾ അവനോട് ക്ഷമിക്കുന്ന ആ ഒരു നിമിഷം അവന്റെ ജീവിതത്തിന്റെ യൂറ്റേൺ അവിടെയായിരുന്നു. ആണോ? ഇത് ഒരു പദ്ധതിയായിട്ട് കണക്കാക്കാൻ ഏറ്റെടുക്കാൻ നമുക്ക് സാധ്യമാകത്തില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ഒരു ശ്രേഷ്ഠന മനുഷ്യനെ ജോസഫിനെ കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം അവനൊരു സ്വപ്നം കൊടുത്തു. ഇപ്പോഴത്തെ പിള്ളേർക്ക് പറ്റിപ്പോകുന്ന ഏറ്റവും വലിയ കുഴപ്പം സ്വപ്നമില്ലെന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ വാർഡനായിരുന്നു. എൻ്റെ ദൈവത്തിന്റെ ഗുരുത്തം കൊണ്ടാണോ ആയുസിന്റെ നീട്ടം കൊണ്ടാണോ പിള്ളേർ ഇടിക്കാതെ തന്നെ വിട്ടു. അതുകൊണ്ട് ഇപ്പൊ ജീവനോടിരിക്കും. അപ്പൊ ഞാൻ അവിടെ നിന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പുറത്തുനിന്ന് വന്ന അവന്റെ ബുള്ളറ്റിൽ ഒരു പെട്രോൾ ടാങ്കിൽ അവനൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്, ആരും ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിൽ ഒരു ഭ്രാന്തനെ പോലെ. എനിക്ക് വളരെ കൗതുകം തോന്നി. ആരും ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിൽ ഒരു ഭ്രാന്തനെ പോലെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം അവർക്ക് സ്വപ്നമില്ല. അതുകൊണ്ട് ഒരു സ്വപ്നം ഉണ്ടാക്കി കൊടുക്കാൻ സൺഡേ സ്കൂളിലെ തുടങ്ങണം. ജോസഫിന് ഒരു സ്വപ്നം കിട്ടി. എന്താ? അപ്പനും സഹോദരങ്ങളും കൂടെ തന്നെ വന്ന് വണങ്ങും. ഈ സ്വപ്നം പറഞ്ഞപ്പോ തൊട്ട് അപ്പന് പോലും അവനോട് നീരസം ഉണ്ടായി. ദൈവം കൊടുത്ത സ്വപ്നം സിംഹാസനം അലങ്കരിക്കുമെന്ന് ആണോ? പക്ഷെ ജോസഫ് പിന്നെ കടന്നുപോയ വഴികളോ? ഒന്നാമത് അന്വേഷിക്കാൻ സഹോദരങ്ങളെ തിരക്കാൻ പോയ ജോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടു. പക്ഷെ ജോസഫ് പറഞ്ഞു, ഈ പൊട്ടക്കിണറിനകത്തൂടെയാണ് സിംഹാസനത്തിലേക്കുള്ള. ഇങ്ങനെ ജീവിതത്തെ നേരിടാൻ ഒരു ദൈവ മനുഷ്യനെ സാധിക്കത്തുള്ളൂ. നമുക്ക് കഴിയാത്ത എന്തുകൊണ്ടാന്ന് ഇപ്പൊ മനസ്സിലായോ? ജോസഫ് പറഞ്ഞു, ഞാൻ കരയത്തില്ല, എന്റെ സഹോദരങ്ങളോട് നീരസമില്ല, കാരണം ദൈവം എനിക്കൊരു സ്വപ്നം തന്നു. സ്വപ്നത്തിലേക്കുള്ള വഴി ചിലപ്പോ ഈ പൊട്ടക്കിണറ്റിലൂടെയാ. പക്ഷെ ഒരു സഹോദരൻ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്ത് അടിമയാക്കി വിറ്റു. അവൻ പറഞ്ഞു, ചിലപ്പോ ഈ അടിമക്കച്ചവടക്കാരുടെ കൂടെ ആയിരിക്കാം എന്റെ സ്വപ്നം. അത് കഴിഞ്ഞ് അവൻ ഒരു വീട്ടിന്റെ ചുമതലയെടുത്തടുത്ത് വിശ്വസ്തയോടുകൂടി നിന്നു. പക്ഷേ അവിടെ അതിനേക്കാൾ വലിയൊരു പ്രലോഭനം, സുന്ദരിയായ ഒരു സ്ത്രീ ഇവന്റെ സൗന്ദര്യത്തെ മോഹിച്ചു. പുത്തിഫേറിന്റെ ഭാര്യ. അവിടെയാണ് എനിക്ക് വളരെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ പ്രമിയോൻ സദറ നിങ്ങളെല്ലാവരും വാച്ച നോക്കി കാണും. ചിലപ്പം അയ്യോ ഇതെന്നാ വായിച്ചിട്ടും തീരാത്തെ സകല വാങ്ങിപ്പോയവരെ ആദാം തൊട്ടുള്ളവരെ എല്ലാം അനുസ്മരിച്ചു. നന്മയും തിന്മയും ചെയ്ത എല്ലാവരുടെയും വരവിന്, ന്യായവിധിക്ക് വേണ്ടിയുള്ള വരവിനെ അനുസ്മരിച്ചു. അവിടെ ജോസഫിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അവന്റെ സൗന്ദര്യത്തെ മോഹിക്കുകയും വിശുദ്ധിയെ അപഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സ്ത്രീ ഇതാ വരുന്നു. അവളും വരുന്നുണ്ട്. അവിടെ ജോസഫ് എന്താ ചെയ്തത്? നമ്മൾ പലപ്പോഴും കുമ്പസരിക്കുമ്പോൾ പറ്റുന്ന ഒരു പ്രശ്നം ഇതാണ്, ആരും കാണാത്തത് കൊണ്ട് നമ്മളങ്ങ് ചെയ്തു. ആരും കണ്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങള് ചെയ്തു പോയി. പക്ഷെ ജോസഫ് പറഞ്ഞു, ആരും കാണുന്നില്ല, പക്ഷെ എന്റെ ദൈവം എന്നെ കാണുന്നുണ്ടോ? എനിക്ക് വാഗ്ദാനം തന്ന ദൈവം കാണുന്നുണ്ടെന്ന ബോധ്യം. അതുകൊണ്ടല്ലേ പണ്ടുള്ളവർക്ക് ഈ ബോധ്യം കൂടുതലുണ്ടായിരുന്നു. കാരണം എന്നാ? അവർ വെളുപ്പിന് എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന സഭ പഠിപ്പിച്ചു. ഉറക്കമില്ലാത്ത ഉണർവുള്ളവന് ഇപ്പൊ അത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഇപ്പൊ കിടന്നുറങ്ങുന്നത് വെളുപ്പിനെ 3 മണിക്ക്, അതുവരെ തോണ്ടിക്കൊണ്ടിരിക്കും. പിന്നെ എവിടെയാ ഉണർവ്? പക്ഷെ ദൈവത്തെ കുറിച്ചുള്ള അതിസംഭവം, ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ ദൈവം. ജോസഫ് പറഞ്ഞു, അങ്ങനെ ഒരു ദൈവം എന്റെ തലയ്ക്കും ഇതേ ഇരിക്കെ മനുഷ്യരാരും കാണണ്ട. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ വിശുദ്ധിയെ അപഹരിക്കാതിരിക്കാൻ അവന്റെ മേൽക്കുപ്പായ മൂരിക്കളഞ്ഞിട്ട് ഓടി. ആ ഓട്ടം എവിടെ ചെന്ന് നിന്നു? കള്ളസാക്ഷ്യം പറഞ്ഞ് അവനെ ജയിലിലാക്കി. പക്ഷെ ജോസഫ് അവിടെയും അവന്റെ മുഖം വാടുവാൻ തക്കവണ്ണം ഇടയായില്ല. ജോസഫ് പറഞ്ഞു, ഈ ജയിലിനകത്തൂടെയാണ് എന്റെ സ്വപ്നം. ആണോ? അവസാനം ദൈവം കൊടുത്ത സ്വപ്നത്തിൽ ദൈവം ജോസഫിനെ എത്തിച്ചോ?
ഗോഡ് ഹാസ് എ പ്ലാൻ. പക്ഷെ ജോസഫ് അവിടെ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുമ്പം സ്വപ്നം പൂർത്തീകരിക്കേണ്ടതിന് അവന്റെ സഹോദരന്മാർ അവന്റെ മുമ്പിൽ വന്ന് തല വണങ്ങി, നിങ്ങളാണ് എന്തോ ചെയ്തേനെ, നിങ്ങളുടെ സഹോദരൻ നിങ്ങളെ വീതം തരാതെ ഇറക്കി വിട്ടതാ, അല്ലെ അതിര് മാന്തി വിട്ടതാ. നാളെ അവൻ ജീവിതത്തിൽ ഒരു തട്ടുകേട് വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പം നിങ്ങൾ എന്തോ ചെയ്യും? ചിലപ്പോൾ ഈ ധ്യാനം എല്ലാം കേട്ടതുകൊണ്ട് വല്ലതും സഹായിക്കും. പക്ഷെ സഹായിക്കുന്നതിന് മുമ്പ് ഒരു വായന നമ്മളങ്ങ്, പണ്ട് നീ അല്ലേലും എന്റെ ദൈവം എത്ര വിശ്വസ്തനാടാ, നിന്നെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ ഇതുപോലെ ഒരു ചെകുത്താൻ പിന്നെ പേറവില്ല. അവൻ ക്രിസ്ത്യാനിയല്ല. സഹോദരങ്ങൾ ജോസഫ് തിരിച്ചറിഞ്ഞ് ഭയപ്പെട്ടു നിന്നു, പ്രതികാരം ചെയ്യുമോ? പക്ഷെ ജോസഫ് പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ വിറ്റ് കളഞ്ഞതല്ല, നിങ്ങൾക്ക് മുൻപേ ദൈവം എന്നെ അയച്ചതാ. ഈ ബോധ്യമുള്ളവരെ കുറിച്ച് പറയും ദൈവ മനുഷ്യർ. പറയുവോ? നമ്മെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താ? നമ്മൾ വിശ്വാസികളാന്ന് പറയും. അതുകൊണ്ട് അച്ഛന്മാർ അതിസംബോധന, വിശ്വാസികളുടെ സംഘമേ, സമൂഹമേ, എന്തുവാ നിങ്ങളുടെ വിശ്വാസം? ദൈവം പറഞ്ഞതിനെ കഴഞ്ചനുസരിക്കാത്ത നമുക്ക് എന്നാ പുറകെ പോവുകയെന്ന് പറയുക. എന്തിനനുസരിക്കണമെന്ന് ചോദിക്കുമ്പോൾ രണ്ടാമത്തെ ഉത്തരമാണ് പറഞ്ഞത്, അവന് ജീവിതത്തെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. പള്ളിയിൽ എന്തിനാ വരുന്നത്? ഈ പദ്ധതിയെ പൊരുളിച്ചറിയാമെന്ന്. ഞാൻ ഒന്നാമത് പറഞ്ഞു, അവൻ പറഞ്ഞാൽ അനുസരിക്കണം. ജീവിതത്തിന്റെയും ജീവന്റെയും പരമാധികാരി ദൈവം. 2, ജീവിതത്തിൽ എന്റെ ജീവിതത്തെ കുറിച്ച് എന്റെ ദൈവത്തിനൊരു പദ്ധതി. അതുകൊണ്ട് ഈ നിമിഷം ദൈവം ആഗ്രഹിച്ചതിനെ നിറപടിയായി നിർവഹിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ എന്തിനനുസരിക്കണം? ഇനിയും എനിക്ക് തരാൻ അവന്റെ കയ്യിൽ ഒരു അനുഗ്രഹം ബാക്കിയുണ്ട്. ഉണ്ടോ? മൂന്നാമത്തെ കാര്യം എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചോണം. ഏതനുഭവത്തിലും ഇനിയും എന്റെ ദൈവത്തിന് തരാൻ എന്റെ കയ്യിൽ ഒരു അനുഗ്രഹം ബാക്കിയുണ്ട്. നമ്മുടെ ഒരു കുഴപ്പം എന്നാന്നറിയാവോ? നമുക്ക് പ്രത്യാശയില്ല. ഉണ്ടോ? നമ്മൾ പറയുന്ന വിശ്വാസികൾ, പക്ഷെ നമുക്കില്ലാതെ പോയൊരു മൗലിക സുഹൃത്തും പ്രത്യാശ, നല്ലത് ഭവിക്കുമെന്ന ഒരു ഒപ്റ്റിമിസ്റ്റിക് വ്യൂ. ഈ അടുത്തുള്ള കേട്ട ഒരു കഥ ഇങ്ങനെയാണ്. ഒരു ഐലൻഡ്, ഒരു ദ്വീപിൽ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരുന്നു. നല്ല വിളവുണ്ടായി. എല്ലാവരും പരസ്പര സഹായത്തോടു കൂടി വിളവ് കൊയ്യാനായിട്ട് പോയി. ഒരു ചെറുപ്പക്കാരൻ അവന്റെ സുഹൃത്തിന്റെ വിളഭൂമിയിൽ ഇങ്ങനെ നിൽക്കുമ്പം കൊയ്യുന്നതിന് തൊട്ട് മുമ്പ് വലിയ കാർമേഘം ഉരുണ്ടുകൂടി വലിയ ചതച്ചു കുത്തിയ മഴ പെയ്തു. അമ്മച്ചിമാരൊക്കെ വലിയവായി അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു, മഴ പെയ്യരുത്. പക്ഷെ അമ്മ മഴ പെയ്യിച്ചു. മുട്ടറ്റം വെള്ളം, കൃഷി മുഴുവൻ നശിച്ചു. ഇവൻ ഓർത്തു, അയ്യോ എന്റെ പറമ്പിലെ കാര്യം എന്തായി കാണും. ഇവൻ ഒരു പ്രാകാരത്തിൽ നീന്തി തുടിച്ച് സ്വന്തം വയലിലേക്ക് വന്നപ്പം ഇവന്റെ ഹൃദയം പൊട്ടിപ്പോയി. കഴുത്തറ്റം വെള്ളത്തിൽ കൃഷി മുഴുവൻ നശിച്ചതിന്റെ നടുക്ക് അപ്പം നിൽക്കുന്നു. നമുക്ക് ആദ്യം അറിയാവുന്ന കാര്യം എന്താ? ഒരു നഷ്ടം വരുമ്പോ അയ്യോ, നമ്മൾ അത്രയും കരഞ്ഞില്ലല്ലോ, ഈ പാർട്ടികൾ കരയും അല്ലേ? അതുകൊണ്ടാണ് നല്ല പമ്പിങ് ആയതുകൊണ്ട് ഇതുങ്ങൾ ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോവാത്ത. ഇടിയോട് ഇടിയ. എന്റെ അമ്മയൊക്കെ വീട്ടിൽ വഴക്കുണ്ടാക്കിയ ഒരു 10 ഇടിയാലും ഇടിക്കും. ഇപ്പൊ കുറഞ്ഞു, കാരണം അമ്മയ്ക്ക് തന്നെ മനസ്സിലായി ഇനി ഇടിച്ചാൽ തട്ടിപ്പോകുന്നു. ഇവൻ ഓടി വന്ന് ഈ കാഴ്ച കണ്ട് കഴുത്തറ്റം വെള്ളത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടെടുത്ത് ഇവൻ അയ്യോ അപ്പാ എല്ലാം പോയല്ലേ എന്ന് പറഞ്ഞു. അപ്പൻ കഴുത്തറ്റം വെള്ളം തിരിഞ്ഞെടുത്ത് പറഞ്ഞു, എടാ പൊട്ടാ, വി ആർ ഹിയർ, നമ്മൾ ബാക്കിയില്ലേ? നമ്മുടെ കൈകളുടെ അധ്വാനമല്ലേ പോയത്, നമ്മളെ ബാക്കി ദൈവം വെച്ചില്ലേ? ഇതിന്റെ പേരാണ് പ്രത്യാശ. ആണോ? വേദപുസ്തകത്തിൽ മനോഹരമായ ഒരു പുസ്തകം. നമുക്ക് വേദപുസ്തകം വായിക്കാൻ പലപ്പോഴും മടിയാ. വേദപുസ്തകം മുഴുവൻ വായിച്ചവരാരെങ്കിലും ഉണ്ടോ? നുണ പറയരുത്, എന്റെ പുറകെ ഞാൻ പോട്ടെ. നമ്മൾ വായിക്കാൻ ശ്രമിച്ചവരാ അല്ലേ? ഉൽപ്പത്തി പുസ്തകം ഇന്ന് തൊട്ട് ഞാൻ നല്ല മനുഷ്യനാകാൻ ഉൽപ്പത്തി അങ്ങോട്ട് തുറന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ വംശാവലി. എന്നാ സുവിശേഷം തുടങ്ങാം. സുവിശേഷം തുടങ്ങി ആണ്ട തുടക്കത്തിൽ തന്നെ വംശാവലി. എന്നാ വെളിപാടിൽ നിന്ന് പുറകോട്ട് തുടങ്ങാം. അവസാനം വേദപുസ്തകം വായന നടക്കുമോ? ഇനി ഓർക്കും ആ സങ്കീർത്തനം അങ്ങോട്ട് വായിക്കാൻ. ഇത്രയും വർഷമായിട്ട് സങ്കീർത്തനത്തെ ഒന്ന് പിടിവിട്ടിട്ടില്ല. ആണോ? എന്നിട്ട് സങ്കീർത്തനം വല്ലതും അറിയാവോ? വേദപുസ്തകം ഇങ്ങനെ ഒരു വലിയ എടുക്കാ പൊങ്ങാത്ത ഭാരമായിട്ടൊന്നും ചിന്തിക്കണ്ട. ഇനിയും അത് ബുദ്ധിമുട്ടാണ്. ചെറുപ്പക്കാരുൾപ്പെടെയുള്ളവരോട് എനിക്ക് പറയാം, സാഹിത്യം വായിക്കുന്ന പോലെ വായിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആർട്ടാണ് രൂത്തിന്റെ പുസ്തകം. അല്ലേ? രൂത്തിന്റെ പുസ്തകം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെമ്പിള്ളാരാണ് ഇടുകയാണ്, നല്ല പേരാ, പ്രത്യാശ, രൂത്ത്. അല്ലാതെ ഈ വായിക്കൊള്ളാത്ത പട്ടിക്കിടുന്ന പേരൊന്നും പിള്ളേർക്കിടരുത്.
രൂത്ത് സൗന്ദര്യമുള്ളവളാണെന്ന് ഞാൻ പറയും. അവൾ ഫെയർ ലെവൽ തേച്ചുകൊണ്ടല്ല, അവൾ പുരിയം പ്ലക്ക് ചെയ്തതുകൊണ്ടുമല്ല. പിന്നെ എങ്ങനെ അവൾ സൗന്ദര്യമുള്ളവളായി? വേദപുസ്തകം ഉത്തരം പറയുന്നു. ഇതാണ് എൻ്റെ മൂന്നാമത്തെ വാക്യം. അച്ഛാ ഒരു 5 മിനിറ്റ് എടുക്കാൻ. വേദപുസ്തകം ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്. ബേത്ലഹേമിൽ ഏലിമലേക്ക് എന്ന് പറയുന്ന ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. ഏലിമലേക്ക്, മൈ ഗോഡ് ഇസ് കിങ്, എന്റെ ദൈവം രാജാവാണെന്ന് പേര് കൊണ്ട് പറഞ്ഞവൻ ഏലിമലേക്ക്. അവന്റെ ഭാര്യയുടെ പേര് നവോമി, സൗന്ദര്യം, സുഹൃതമുള്ളവൾ എന്നൊക്കെ അർത്ഥം. നല്ല അപ്പച്ചനും അമ്മച്ചിയും, 2 കടോൽഗജന്മാരായ ആൺമക്കൾ, ഒന്ന് മഹ്ലോൻ, ഒന്ന് കില്ലിയോൻ. ആ പേരൊന്നും ആമ്പിള്ളാർക്ക് ഇടണം, നിങ്ങളെ തട്ടിക്കളയോന്മാര്, വായിക്കൊള്ളാത്ത പേരല്ലേ. വളരെ സൗന്ദര്യത്തോടു കൂടി ജീവിച്ചിരുന്ന ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി. ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായി. അപ്പത്തിന്റെ ഭവനം എന്ന് പേര് പറയുന്ന സ്ഥലത്ത് എന്തുണ്ടായി? ക്ഷാമം. നവോമി പറഞ്ഞു, നമുക്ക് അച്ചായ ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് UK മൈഗ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അച്ചായൻ കേൾക്കണ്ടി മാത്രം UK പോയി, മോവാബിലോട്ട് പോയി. മോവാബിൽ ചെന്ന് അവര് ധാന്യം നേടിപ്പോയി. പക്ഷേ ധാന്യത്തോടൊപ്പം ഒരു നഷ്ടമുണ്ടായി. നവോമിക്ക് ഭർത്താവ് നഷ്ടമായി. എൽക്കാന മരിച്ചു. പക്ഷെ അവിടെയും അവള് പ്രത്യാശ കൈവിട്ടില്ല. കാരണം ഇനിയും കൂടെ നിൽക്കാൻ 2. അവൾ എന്ത് ചെയ്തു? മക്കൾക്ക് പ്രായമായി. M4 ഒരു പരസ്യം കൊടുത്തു. നല്ല 6 അടി പൊക്കമുള്ള കാണാൻ സുന്ദരന്മാരായ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ബേത്ലഹേംകാരായ 2 ഉത്തമ പുരുഷന്മാർ. പറയേണ്ട താമസം മോവാബി സ്ത്രീകള് ഓടി വന്നു. ഇപ്പോഴത്തെ ആൺപിള്ളേർ നട്ടപ്ര കിടന്ന് തിരിയുക. കാരണം ഇപ്പൊ പെണ്ണില്ല കേരളത്തിൽ കെട്ടാൻ. അതുകൊണ്ട് 24ാമത്തെ വയസ്സിലാണ് നിങ്ങൾക്ക് പെണ്ണ് കിട്ടിയാൽ കെട്ടിക്കോ, ഇല്ല കിട്ടാൻ ഉള്ള പെൺപിള്ളേർക്കാണ് ഭയങ്കര ഡിമാൻഡുമാണ്. പണ്ട് അച്ഛനായ കല്യാണം നടക്കും. ഇപ്പൊ ചെമ്മാശന്മാർക്ക് വരെ ആവലാതിയാണ്. അതുകൊണ്ട് ഇപ്പൊ സെമിനാരി കയറുന്നതിന് മുമ്പ് അവര് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ കാര്യം, സമയമാകുമ്പോൾ ഒരു പെണ്ണിനെ. എനിക്ക് ഏതായാലും ആ ഭാരം മാത്രമില്ല, ഞാൻ ശ്രമിച്ചാലും കിട്ടാനും പറ്റത്തില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. മഹ്ലോനും കില്ലിയോനും മോവാബിൽ നിന്ന് 2 സ്ത്രീകളെ കിട്ടി. അവരുടെ പേര് ഓർപ്പ, രൂത്ത്. സന്തോഷത്തോടുകൂടി ജീവിച്ചു. പക്ഷെ അധിക കാലം കഴിയുന്നതിന് മുമ്പ് നവോമിക്കും നഷ്ടം, 2 സ്ത്രീകൾക്കും നഷ്ടം. ഈ 2 ആൺമക്കളും മരിച്ചുപോയി. നവോമി വലിയ ഭാരത്തിൽ. അവള് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ കൈപ്പരിഭവങ്ങൾ എന്റെ ദൈവം എനിക്ക് തന്നു. നമ്മളെ പോലെ അയ്യോ കർത്താവേ എന്ന് പറഞ്ഞു ദൈവത്തോട് പരാതിയല്ല. അവള് പറഞ്ഞത് ഇതാണ്, അയ്യോ എന്റെ ദൈവം എന്റെ ജീവിതത്തെ കൈപ്പാക്കി, അതുകൊണ്ട് ഇനി എന്നെ നവോമി എന്ന് വിളിക്കണ്ട, സുഹൃതമുള്ളവളെന്ന് വിളിക്കണ്ട, മാറാ കൈപ്പെന്ന് വിളിച്ചോ. ഇത് പറഞ്ഞവളാണ്. ഇത് ഓർത്തു വെച്ചോണം കേട്ടോ, അവസാനം ഇത് ഉപകരിക്കും. എന്നെ ഇനി മാറാ എന്ന് വിളിച്ചോ. എന്നിട്ട് അവള് നല്ലൊരു സ്ത്രീയായിരുന്നു. നവോമി ഉത്തമയായ, സമാജം കൂടിയ ഒരു സ്ത്രീയായിരുന്നു. സമാജത്തിൽ മാർക്ക് കിട്ടിയവളെന്നല്ല, സമാജം ഹൃദയത്തിൽ ഏറ്റെടുത്ത സ്ത്രീയായിരുന്നു. ഇപ്പൊ എല്ലാരും വേദപുസ്തകം കാണാതെ എഴുതി ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന കാലമാണ്. ദിവ്യബോധനം, എല്ലാ ബോധം, ഈ ബോധനം എല്ലാം നടന്നിട്ട് സഭയ്ക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. കാരണം എന്നാ? ഇത് പേപ്പറെ പകർത്തുന്നല്ലാതെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ പ്രസംഗിക്കുന്ന ഞങ്ങൾക്കും കേൾക്കുന്ന നിങ്ങൾക്കും സാധ്യമാകാതെ പോകുന്നു എന്നുള്ള. അവിടെ നവോമി ഉത്തമയായ സ്ത്രീയായത് ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളുടെ നടുവിൽ അവർ പറഞ്ഞു, എന്റെ ദൈവം. അതുകൊണ്ടാ പറയുന്നത്, നിന്റെ കണ്ണുനീരിൽ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവം. ദൈവം കാണാതെ പോയിട്ടില്ല, പക്ഷെ ദൈവം മൗനമാകും ചില സമയത്ത്. ആണോ? ദൈവം മൗനമാകും. ദൈവം മൗനമായി നവോമിയോട് മിണ്ടിയില്ല. പക്ഷെ നവോമി പറഞ്ഞു, മരുമക്കളെ വിളിച്ചിട്ട്, നിങ്ങൾ ചെറുപ്പമല്ലേ, ഇനി എന്റെ കൂടെ നിന്നിട്ട് ഒരു പ്രയോജനമില്ല, വീതിച്ചു തരാൻ വസ്തുവില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, നിങ്ങൾക്ക് തരാൻ ഇനിയും വിവാഹം കഴിപ്പിക്കാൻ എന്റെ കയ്യിൽ ആൺമക്കളും. ഇന്ന് രാത്രി ഞാൻ കല്യാണം കഴിച്ചൊരു മകൻ ജനിച്ചാൽ പോലും നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമാകുമ്പോഴത്തേക്കിന് ജീവിതം പാഴായി, നിങ്ങൾ പൊക്കോ. ഇത് ആത്മാർത്ഥതയോടുകൂടി ആര് പറഞ്ഞു? നവോമി പറഞ്ഞു. മൂത്ത മരുമോൾ ഇത് കേൾക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. ആ ഓടിച്ചെന്ന് അമ്മായിമ്മയ്ക്ക് ഒരു ഫ്രഞ്ച് കിസ് കൊടുത്തിട്ട് പറഞ്ഞു, ഓക്കെ ബൈ ബൈ മമ്മി. ഈ അടുത്തിടയിൽ ഒരു അച്ഛന് രാത്രിയിൽ ഒരു ഫോൺ കോൾ വന്നു. അങ്ങേ തലയ്ക്കൽ ഒരു സ്ത്രീയാ. 11:30 മണിക്ക് ഒരു സ്ത്രീ വിളിച്ചപ്പോൾ, കാരണം ഇപ്പൊ അച്ഛന്മാർക്ക് അത്ര നല്ല കാലമല്ല. ഞാനാണെ 10 മണി കഴിഞ്ഞ് ആര് വിളിച്ചാലും അധികം ഫോൺ എടുക്കാറില്ല, പേടിയാ. സന്യാസി ആയതുകൊണ്ട് ഇരട്ടി പേടിയാ. അപ്പൊ അച്ഛനൊരു പരിഭ്രമത്തോടെ ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? അവള് പറഞ്ഞു, അച്ഛാ എന്റെ അമ്മായിമ്മ മരിച്ചുപോയി. അപ്പൊ അച്ഛനൊരു സംശയം, അമ്മായിമ്മ മരിച്ചതിന് ഇത്രയും കരയണോ? നിങ്ങൾ വലിയ സ്നേഹത്തിലായിരുന്നു, എന്റെ പൊന്നച്ഛ തള്ള എനിക്ക് കണ്ണെടുത്താ കാണരുതായിരുന്നു. അപ്പൊ അച്ഛന് വീണ്ടും സംശയം, കണ്ണെടുത്ത് കാണരുതാത്ത തള്ള മരിച്ചതിന് ഇന്നലെയും കാണുവാണോ മരിച്ചത്? അല്ലച്ചാ, മരിച്ചിട്ട് 6 വർഷമായി. അച്ഛനോർത്ത് ഇവക്ക് തലയ്ക്ക് വല്ല കുഴപ്പവും കാണും. കാരണം 6 വർഷം മുമ്പ് എല്ലാ ദിവസവും മത്സരിച്ചുകൊണ്ടിരുന്ന അമ്മായിമ്മ മരിച്ചതിന് എന്തിനാ ഇവളിപ്പൊ കരുന്നേ? അവള് പറഞ്ഞു, അച്ഛൻ കേക്കച്ചാ,
5 വർഷമായിട്ട് അമ്മച്ചി കിടപ്പായിരുന്നു. എല്ലാ ദിവസവും ബാക്കി എല്ലാ ചലനങ്ങളും അഷ്ടെങ്കിലും അമ്മച്ചിയുടെ നാക്ക് നന്നായിട്ട് എല്ലാ ദിവസവും ഉള്ള ആയുധം കൊണ്ട് അമ്മച്ചി നന്നായിട്ട് എന്നോട് പോരാടും. ഞാനും വിട്ടുകൊടുക്കും തള്ളയോട് നല്ലപോലെ. പക്ഷെ മരിക്കുന്നതിന് ഉച്ചയ്ക്ക് കഞ്ഞി കൊടുത്തിട്ട് തിരിഞ്ഞപ്പം അമ്മച്ചി എന്റെ കൈക്കൊരു ഉമ്മ തന്നു. ഞാൻ ഓർത്തു ഈ തള്ള എന്തിനാ ഇപ്പൊ ഞാൻ തിരിച്ചുപോയി. തിരിച്ചു വാ കഴിയിക്കാൻ വന്നപ്പം അമ്മച്ചി മരിച്ചുപോയി. ഇത്രയും നാള് എന്നോട് ചെയ്തതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മാപ്പ് പറഞ്ഞിട്ട് അമ്മ എന്നോട് യാത്ര പറഞ്ഞു പോയി. പക്ഷെ എനിക്ക് ഒരു വാക്ക് തിരിച്ചു പറയാൻ ഈ ഭാരം. ഇന്ന് മരുമക്കളൊക്കെ ഓടിച്ചെന്ന് അമ്മാമ്മമാർക്ക് തലങ്ങും വിലങ്ങും ഒരു ഉമ്മ കൊടുക്കുക. ചിലപ്പോൾ മരിച്ചെന്ന് വരും. ഒരു പള്ളിയിൽ ചെന്ന് പിറ്റേ ദിവസം ഞാൻ ഈ കഥ പറഞ്ഞു. പിറ്റേ ദിവസം വികാരിയുടെ അടുക്ക പരാതിയായിട്ടൊരു പെങ്കൊച്ചു വന്നു. ഞാൻ ഇന്നലെ ആ കൊതുക് പോലത്തെ അച്ഛൻ പ്രസംഗിക്കായിട്ട് അമ്മായിമ്മയ്ക്ക് ചെന്ന് ഉമ്മ കൊടുത്തു. ആണ്ട് തള്ള ഒരു കുറ്റി പുട്ട് തിന്നേച്ച് പയറ് പോലെ കൊടുത്തു നോക്ക്, ചിലപ്പോ പരിക്കുമായിരിക്കും. ഓർപ്പ ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഓക്കെ മമ്മി. രൂത്തിനോട് നവോമി പറഞ്ഞു, പ്രതീക്ഷ വെക്കാൻ എന്റെ കയ്യിൽ നീ പൊക്കോ, നീ സുന്ദരിയല്ലേ, നിനക്കിനിയും ജീവിതം ബാക്കിയില്ലേ. അവള് പറഞ്ഞ മറുപടി വേദപുസ്തകത്തിലെ ഗോൾഡൻ വേർഡ്സാ. എന്താ പറഞ്ഞത്? നിന്നെ വിട്ടു പിരിയുവാനോ? നീ പോകുന്നിടത്ത് ഞാൻ പോരും, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കും. നിന്റെ ജനം എന്റെ ജനം, ഇനി നിന്റെ ദൈവം. എന്തിനാ ദൈവം മൗനമായിരുന്നെന്ന് മനസ്സിലായോ? നമ്മുടെ ഉത്തരം കേൾക്കാൻ. നമ്മൾ വിശ്വാസിയാണെന്നല്ലേ പറഞ്ഞു. എന്തിനായി വേദപുസ്തക വാക്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ എത്രയോ തവണ കേട്ട കാര്യങ്ങൾ വീണ്ടും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അഭയം പ്രാർത്ഥനാ സംഗമത്തിൽ എല്ലാ തവണയും നമ്മൾ വരുന്നതല്ലേ? എന്തിനാ ഇത് വീണ്ടും വീണ്ടും കേൾക്കുന്നത്? ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ, വിശ്വാസത്തിൽ വ്യതിചലിച്ചു പോകാതിരിക്കാൻ ഈ ബോധ്യം നമുക്കുണ്ടാകണം. ദൈവത്തിന്റെ മുൻപാകെ ജീവിതത്തിൽ പലയിടത്തും നമുക്ക് പറയാൻ സാധിക്കണം, നഷ്ടങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഞാൻ ഇത് തിരഞ്ഞെടുക്കും. ഒരു പ്രതീക്ഷയില്ലാത്ത വാർദ്ധക്യം ചെന്ന് ഈ തള്ളയുടെ കൂടെ പോയിട്ട് എന്ത് കാര്യം? ലോകം ചിന്തിക്കും. പക്ഷെ രൂത്ത് പറഞ്ഞു, ഇനിയും ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത ഈ സ്ത്രീയെ ഞാൻ ഉപേക്ഷിച്ചാൽ അവൾക്കാരുണ്ട്? ഈ ദൈവത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടായിട്ടല്ല രൂത്ത് പോയത്. പക്ഷെ രൂത്തിന്റെ ആ തീരുമാനമാണ് ദൈവസന്നിധിയിൽ അവളുടെ പേരെഴുതാനുള്ള കാരണം. ആണോ? നവോമി മനസ്സോടെ രൂത്തിനെ കൂട്ടി സ്വദേശത്തേക്ക് പോയി. ദൈവം ഒരുക്കി വെക്കുന്ന അനുഗ്രഹത്തെ അവൾ കാണാൻ തുടങ്ങിയ അവിടെ കണ്ണു നിറയുവോളം ദൈവം ഒരുക്കി കൊടുത്തു. ജീവിതത്തെ സമൃദ്ധമാക്കുന്ന ദൈവത്തെ, ഒരു പുതിയ ദൈവത്തെ രൂത്ത് ബേത്ലഹേമിൽ കണ്ടോ? അവളെ വീണ്ടെടുക്കേണ്ടതിന് വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ജെന്റിൽമാൻ ഞാൻ പറയും ജോസഫ. പുതിയ നിയമത്തിലെ ജോസഫ. അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന പഴയ നിയമത്തിലെ ജെന്റിൽമാൻ ആണ് ആര്? ബോവസ്. നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇപ്പോഴത്തെ കൗമാരക്കാർക്ക് വേദപുസ്തകത്തിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മനോഹര കഥാപാത്രങ്ങളാ. ഇപ്പം പരസ്പരം ജെൻഡറിനെ ബഹുമാനിക്കാത്ത ആളുകളാ. സ്ത്രീയെ കാണുമ്പം വേണ്ടാത്ത ചിന്തകളിൽ മാത്രമോളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാരുള്ള. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ കേട്ട വാർത്തകൾ നമ്മളെ നടുക്കുന്ന വാർത്തകളാ. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഉത്തമ മാതൃകകളാണിവർ. ബോവസ്, വിളവ് തിന്നാത്ത വേലി എന്നാണ് മർത്തോമയിലെ ഒരു തിരുമേനി പേര് കൊടുത്തത്. വിളവ് തിന്നാത്ത ഒരു വേലി. ബോവസിന് എങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്യാൻ പാകത്തില് അവള് പോയി അവന്റെ കാൽക്കൽ കിടന്നതാ. അവൻ പറഞ്ഞു, ഇല്ല, സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവല്ല, പക്ഷേ അവളുടെ വീണ്ടെടുപ്പ് ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ബോവസ് ആരെ സ്വീകരിച്ചു? കഥയൊന്നും വിസ്തരിക്കുന്നില്ല, സമയം തീരാറായി. ബോവസ് രൂത്തിനെ വീണ്ടെടുത്തു. വേദപുസ്തകം, നിങ്ങൾ രൂത്തിന്റെ പുസ്തകം കഴിവുണ്ടെങ്കിൽ പോയി വായിക്ക്, കണ്ണു തുറന്ന് വായിക്ക്. ഈ തീരുമാനമെടുത്ത് രൂത്തിനെ ഒരു വേള ദൈവത്തോട് സങ്കടം ബോധിപ്പിച്ച നവോമിക്ക് ദൈവം കൊടുത്ത അനുഗ്രഹം എന്തെന്ന് കാണാൻ രൂത്തിന്റെ അവസാന താളുകളിലേക്ക് വന്ന 4-ാം അധ്യായത്തിൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: വീണ്ടെടുപ്പുകാരനായ ബോവസ് രൂത്തിനെ സ്വീകരിച്ചു. രൂത്തിൽ ബോവസിന് ഒരു കുഞ്ഞ് ജനിച്ചു. അവന്റെ പേര് പറയാവോ? ഓബേദ്. അവന്റെ പേര് ഓബേദ്. നവോമി അവിടെ എഴുതുന്നെങ്ങനെ എനിക്കത് വായിക്കുമ്പോൾ വലിയ സന്തോഷവും എന്റെ ദൈവത്തോട് വലിയ ഒരു ഉമ്മ കൊടുക്കാൻ തോന്നും. കാരണം എന്നാ, എല്ലാം നഷ്ടപ്പെട്ട് കരഞ്ഞ ആ അമ്മച്ചിയുടെ മടിയിലോട്ട് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. നവോമി പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം എന്റെ കയ്യിൽ ഈ പൈതൽ. അവൾ ആ കുഞ്ഞിനെ ഓബേദിനെ എടുത്ത് മടി വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇനി മുതൽ ഇവന്റെ വല്യമ്മ. പറഞ്ഞോ, ഞാൻ എല്ലാം നഷ്ടപ്പെട്ടെടുത്തു ദൈവം എന്നെ വീണ്ടും കൊണ്ടുവന്നിട്ട് ഇതാ എന്റെ കുഞ്ഞിനെ, ഒരു ആൺകുഞ്ഞിനെ
എന്റെ മടിയിൽ തന്നിരിക്കുന്ന എന്റെ ദൈവം എത്ര വിശ്വസ്തനാ. ഞാൻ അവൾക്ക് അവന് വല്യമ്മയായി തീരുന്നു. അവന്റെ പേര് ഓബേദ്. ഏത് ദിവസം അവിടെ നിർത്തിയില്ല, എഴുതി വരുന്നതാണ്. ഈ ഓബേദ് ആരാന്നറിയാമോ? ഓബേദ് ഈശായുടെ അപ്പൻ. ഈശായി ദാവീദിന്റെ അപ്പൻ. ദാവീദോ യേശു ക്രിസ്തുവിന്റെ വല്യപ്പച്ചൻ. നോക്കിക്കേ, ദൈവത്തിന് തരാൻ ഒരു അനുഗ്രഹം ബാക്കിയുണ്ടോ? ഉണ്ടോ? വിജാതീയ സ്ത്രീയായ രൂത്തിന്റെ പേര് സുവിശേഷങ്ങൾ വായിക്കുമ്പോ കാണുന്നു യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ. നമ്മൾ ഇന്ന് വൈറലാകാൻ നടക്കുന്ന കാലമാ. ആണോ? എല്ലാം പറഞ്ഞാലും വൈറലാകണം. അച്ഛന്മാര് പോലും സ്പെഷ്യലിസ്റ്റുകളാ. ധൂപക്കുറ്റിവാഴുവിന്റെ സ്പെഷ്യലിസ്റ്റ്, കൂത്തോമോ സ്പെഷ്യലിസ്റ്റ്, അപ്പം നുറുക്കുന്നതിന്റെ സ്പെഷ്യലിസ്റ്റ്. ഇതുപോലെയുള്ള കാട്ടായ സഭയിൽ നിന്ന് നിർത്താതെ, ആരാധന ജീവിതം ആഴത്തിലാകാതെ സഭയ്ക്ക് ഒരു പുതുക്കൊണ്ടാകത്തില്ല. തിരുമേനിമാര് പോലും അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഒരു പരാജയമാണ്. എല്ലാവർക്കും ഈ PRO വർക്കുകൾ ഉള്ളതുകൊണ്ട് അവരെല്ലാം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ സ്വയാരാധന ഇത് മുന്നിൽ നിൽക്കുന്നത് പോലും എനിക്ക് ഭാരമാണ്. ഒരു സ്വയാരാധന കേന്ദ്രീകൃതമായി നമ്മളെ മറ്റുള്ളവർ ശ്രദ്ധിക്കണം, നമ്മുടെ പേരെഴുതണം എന്ന് പറയുന്നിടത്ത് ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ദൈവം ആദരിച്ച മനുഷ്യരൊന്നും ജീവിതത്തിൽ പ്രസിദ്ധിയാർജിച്ചവരല്ല. ആണോ? ദൈവം എങ്ങനെയാ ഉയർത്തുന്നത്? മനുഷ്യന്റെ മഹത്വമല്ല, ദൈവം തരുന്ന മഹത്വം അണിയണം. വേണോ? ജീവിതത്തിൽ 100 പേരെ അറിയുന്നതല്ല, ദൈവം അറിഞ്ഞ മനുഷ്യനാണോ? നമ്മൾ മരിച്ചു കിടക്കുമ്പം നമ്മുടെ ബന്ധുജനങ്ങള് പറഞ്ഞല്ലോ, സെമിത്തേരി ഒരു പ്രത്യാശയുടെ ഇടമാ. എങ്ങനെയാ പുനരുദ്ധാനം സാധ്യമാകുന്നത്? നമ്മുടെ കല്ലറയ്ക്കൽ വന്ന് നമ്മുടെ മക്കൾ നിൽക്കുമ്പം അവരുടെ കണ്ണ് നമ്മളെ കുറിച്ച് ഓർക്കുമ്പോ ഒന്ന് നിറയണം. അയ്യോ, എന്റെ അപ്പൻ എന്തുമാത്രം എനിക്ക് വേണ്ടി വെയിൽ കൊണ്ട ഒരു മനുഷ്യനാ. നിങ്ങളുടെ ഉപ്പൂറ്റി, വിണ്ട് കീറി ഉപ്പൂറ്റി കാണുമ്പോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കരയണം. എനിക്ക് വേണ്ടി നടന്ന് കീറിയതല്ലേ എന്റെ അപ്പന്റെ. എന്റെ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോ എന്തുമാത്രം സഹനം, ത്യാഗങ്ങൾ എനിക്ക് വേണ്ടി സഹിച്ചതാ, എന്തുമാത്രം എന്നെ സ്നേഹിച്ചതാ. ഇതിന്റെ പേരാണ് പുനരുദ്ധാനം. കുഴിയിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കുവാൻ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ നിർത്തിയ സുഹൃതങ്ങൾ. ഇതിന്റെ പേരാണ് ദൈവം തരുന്ന മഹത്വം. നിങ്ങൾ ആരും ഓർക്കരുത്, ജീവിതത്തിൽ വേർപാട്, രോഗബാധ. എനിക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഒരു വശത്തോട്ട് ഓടിപ്പോവാ ഞാൻ. എന്റെ തല പണ്ടൊരു ഇടി ഇടിച്ചതാ. എനിക്ക് ആശുപത്രിയിൽ പോയ ചെലവ് കൂടുതലുള്ളതെന്ന് പേടികൊണ്ട് ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 10 മിനിറ്റ് എടുത്തു സൈഡിലോട്ട് കോണിച്ചു പോകുന്നത് നേരെ നിൽക്കാൻ. പക്ഷെ അതിനി കണ്ടുപിടിക്കുമ്പം എന്ത് മഹാരോഗമാണെങ്കിലും എനിക്ക് യാതൊരു ഭയവും ഇല്ല. കാരണം എനിക്ക് ഞാൻ പറയുന്ന കാര്യത്തിൽ ഒരു ബോധ്യം ഉണ്ടാകണം. വേണോ? എന്റെ ദൈവം മൗനമായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെ അവൻ മറന്നു കളഞ്ഞു എന്നല്ല. അവൻ മൗനമായിരിക്കുന്ന അത്രയും കാലം ഓർത്തോണം, അതിനേക്കാൾ ശ്രേഷ്ഠവേറിയൊരു മകുടം, ശ്രേഷ്ഠതയൊരു അനുഗ്രഹം എന്റെ ദൈവത്തിന്റെ കയ്യിൽ ബാക്കിയുണ്ട്. ഉണ്ടോ? എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. അമ്മ പറഞ്ഞു ശുശ്രൂഷകരോട്, അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുവീൻ. എന്തിന് ഞാൻ ചെയ്യണം? ഇന്ന് ഇവിടെ ഇരുന്ന് വീണ്ടും മൗനമായിട്ട് ചോദിക്കണം, എന്തിന് ചെയ്യണം? ഒന്നാമത് പറഞ്ഞു, ഞാൻ ചെയ്തേ മതിയാവൂ. എന്റെ ജീവിതത്തിന്റെയും ജീവന്റെയും പരമാധികാരം എന്റെ ദൈവത്തിനായതുകൊണ്ട്. 2, എന്റെ ജീവിതത്തെക്കുറിച്ച് എന്റെ ദൈവത്തിനൊരു ഉദ്ദേശമുള്ളത് കൊണ്ട്. 3, ഇനിയും എനിക്ക് തരാൻ അവന്റെ കയ്യിൽ ഒരു അനുഗ്രഹം ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ അവൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും. ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഷെർലക് ഹോംസും കൂട്ടുകാരനും കൂടെ മല കയറാൻ പോയി. മല കയറി രാത്രിയായപ്പോൾ അവർ പറഞ്ഞു, ഇനി നമുക്ക് ഇവിടെ രാത്രി ഉറങ്ങിയിട്ട് പോകാം. അവരൊരു ടെന്റ് അടിച്ചു, ഒരു കൂടാരം അടിച്ച് രാത്രി ഉറങ്ങി. അർദ്ധരാത്രിയായപ്പോൾ ഷെർലക് ഹോംസ് ഞെട്ടി എഴുന്നേറ്റു. കൂട്ടുകാരനെ തട്ടി ഉണർത്തിട്ട് മേപ്പോട്ട് നോക്കിയിട്ട് പറഞ്ഞു, എടാ നീ എന്നെ കാണുന്നെന്ന് ചോദിച്ചു. കൂട്ടുകാരൻ ഉറക്കച്ചടവിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ആകാശം കാണുന്നെന്ന് പറഞ്ഞു. പിന്നെ ഷെർലക് ഹോംസ് ചോദിച്ചു, വേറൊന്നും കാണുന്നില്ലേ? രാത്രിയല്ലേ, ഇനി രാത്രി നമസ്കാരത്തിന്റെ ഭാഷ പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ആകാശത്തെയും ആകാശവിധാനം പ്രസിദ്ധമാക്കുന്ന അവന്റെ കൈവേലയും കാണുന്നു. ഷെർലക് ഹോംസ് തലക്കിട്ട് ഒറ്റയടി വെച്ചു, എടാ പൊട്ട, നമ്മുടെ ടെന്റ് ആരാണ്ട് അടിച്ചോണ്ട് പോയെന്ന്. നമ്മളിങ്ങനെ ദൈവശാസ്ത്രമൊക്കെ കേട്ടങ്ങ് ഉയർന്നു വന്നിരിക്കുക. കൂടുതലൊന്നും കേൾക്കണ്ട. എനിക്ക് ദൈവത്തെ അറിയാമോ? ദൈവത്തിന് എന്നെ അറിയാമോ? ജീവിതത്തിൽ പള്ളി കേട്ട കാര്യങ്ങളെ പുറത്തോട്ട് പോകുമ്പം എൻ്റെ ജീവിതത്തിൽ അണിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ?
ഇത് പ്രസംഗിച്ച ഞാനും കേട്ട നിങ്ങളും ഒരുപോലെ ചിന്തിക്കുന്നിടത്ത് നമ്മളായിരിക്കുന്നിടങ്ങളിലും നമുക്കും മാറ്റമുണ്ടാകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.